ഇതിലെന്തോ സംഭവം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള, ഞാൻ മാറാനുള്ള, എനിക്ക് വേണ്ടത് എന്തോ ഉണ്ട് എന്നുള്ളത്. അതെ. അനക്ക് പുറത്തുള്ളവരോട് എല്ലാരും പറയാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് പ്രശാന്തി ഉണ്ട്. ഇതിലോട്ട് വന്നപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം, ആ സെൽഫ് ലവിനെ കുറിച്ചിട്ടും എന്നെ മനസ്സിലാക്കാനും എനിക്കകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതും, ഞാൻ എൻ്റേതായ എൻ്റെ സമയം എനിക്ക് കൊടുക്കണം എന്നുള്ളതും, അങ്ങനെയുള്ള ഒരുപാട് ഒരു മോട്ടിവേഷണൽ ക്ലാസ് അല്ല സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്, ലൈഫാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ 15 വർഷത്തിന് മുകളിലായി ചെയ്ത് കഴിഞ്ഞിട്ട്, അതെ. ഇപ്പൊ അതേ ആ സന്തോഷാനുഭൂതിക്ക് ശേഷമുള്ള ആ സന്തോഷം ഇപ്പൊ ഉണ്ട് എന്ന് പറയുമ്പോൾ അനക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നതൊന്നല്ല, ഇതിന് വേറൊരു തലമുണ്ട്, ജീവിതത്തിന് വേറൊരു അർത്ഥമുണ്ട്, വേറൊരു തലമുണ്ട്. ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ നമുക്ക് പ്രശാന്തി കണ്ടെത്താം. സാറ് പറയുന്ന മാതിരി ഇരുന്ന ഇരിപ്പിൽ ഇപ്പോൾ സന്തോഷിക്കാന്ന് പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു വേർഡാണത്. സാർ നമ്മൾ എന്ത് ചെയ്യാണ്, സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കുകയാണ്. അത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും സാർ നമുക്ക് ടൂൾസ് ആൻഡ് തെറാപ്പീസ് ഇതുണ്ടാവുന്ന ഒരു റൂട്ട് കോസ് ഉണ്ടാവും. ആ റൂട്ട് കോസിനെയാണ് വേരോടെ ഈ NLP തെറാപ്പിയിലൂടെ സക്സസ്ഫുള്ളി ഇല്ലാതാക്കുന്നത്. കാരണം ഇത് കണ്ടിന്യൂ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വേറെ എവിടെ പോയാലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കുന്നുള്ളത്. ഒരു വിഷയത്തിന് അവിടെ പോയിട്ട് തെറാപ്പി ചെയ്യോ കൗൺസിലിംഗ് ഏർപ്പെടുകയോ ചെയ്താൽ നമ്മൾ ആ വിഷയത്തിന് മാത്രമല്ല നമ്മൾ ശരിയായി വരുന്നത്. തെറാപ്പി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലഹരിയാണ്. ഇതൊരു ലഹരി തന്നെയാണ്. ഇപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഇവരൊക്കെ തെറാപ്പി ചെയ്യുമ്പോൾ ഞാൻ പറയും ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്, ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു ഫീലിങ്ങിലാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ലഹരി. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബദറുന്നീസ മാം ആണ്, റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് ആൻഡ് സേഫ്റ്റി. മാം, മോസ്റ്റ് വെൽക്കം ടു സക്സസ് വാലി സ്റ്റുഡിയോ. താങ്ക് യു. എൻ്റെ പേര് ബദറുന്നീസ, ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ, കണ്ണൂരിൽ നിന്ന് റിട്ടയർ ചെയ്തു 2014. 2012 തുടങ്ങി ഞാൻ ഈ സക്സസ് വാലിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സാറ് നടത്തിയിരുന്ന ഒരുപാട് ബേസിക് ക്ലാസ്സുകളും അഡ്വാൻസ് ക്ലാസ്സുകളും മാസ്റ്റർ ക്ലാസ്സുകളും തുടർച്ചയായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ സാറ് നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ആ ഓൺലൈൻ ക്ലാസ്സുകളിൽ തെറാപ്പികളും ഓൺലൈൻ തെറാപ്പിയും കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രബീഷ് സർ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ. പ്രബീഷ് സർ, വെൽക്കം ടു സക്സസ് വാലി സ്റ്റുഡിയോ. അപ്പോൾ ഇന്ന് അവരുടെ സക്സസ് വാലി ട്രെയിനിങ്ങിന് വന്നതിന്, മുനു സാറിൻ്റെ ട്രെയിനിങ്ങിനും കൗൺസിലിങ്ങിനും തെറാപ്പിക്കൊക്കെ വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങളും മാറ്റങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ അതിർത്ത് എങ്ങനെയാ വന്നത്? ട്രെയിനാണോ ഇങ്ങനെ വന്നത്? ഞാൻ രാവിലെ കോഴിക്കോട് നിന്ന് ഉള്ള 6:10 ട്രെയിനിന് കണ്ണൂരെത്തി. ഇവിടുന്ന് തളിപ്പറമ്പിലേക്ക് ബസ് കയറി, തളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠാപുരം ബസ് കയറി ഇവിടെ പൂക്കുണ്ടിറങ്ങിയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ എത്ര മണിക്ക് എത്തി ഇവിടെ? ഇവിടെ 9:30 എത്തി. 9:30 എത്തി അല്ലേ? മൊയ്നു സാറിനെ കണ്ടോ? ആ സാറിനെ കാണാൻ കഴിഞ്ഞു. ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നതിനെ കൊണ്ട് ഒരുപാട് സന്തോഷമായി. ഓക്കെ. അപ്പോൾ ബദർത്താൻ്റെ പ്രൊഫഷൻ ഒന്ന് പറയാൻ പറ്റുമോ? എന്തായിരുന്നു? റിട്ടയർഡ് ആണല്ലേ ഇപ്പോൾ? റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാണ് ഇപ്പോൾ? അതെ, ഞാൻ റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഫുഡ് ആൻഡ് സേഫ്റ്റി, കണ്ണൂരിൽ തന്നെയാണ് ഞാൻ റിട്ടയർ ചെയ്തിട്ടുള്ളത്. ഞാൻ 2014 റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഈ 12 വർഷമായിട്ട്, അതിനു മുമ്പായിട്ട് എനിക്ക് ഈ സക്സസ് വാലിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞുകൊണ്ട് ഈ റിട്ടയർ ലൈഫ് ഞാൻ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കുകയാണ്. ഒരു കറക്റ്റ് സമയത്താണ് ഞാനിതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഫുഡ് ഇൻസ്പെക്ടറായിട്ട് കണ്ണൂരാണ് ഉണ്ടായിരുന്നല്ലേ? കണ്ണൂർ എവിടെയാണ് നിങ്ങൾ ഓഫീസ് വന്നിരുന്നത്? കണ്ണൂർ സിവിൽ സ്റ്റേഷന്റെ അവിടെയാണ് ഓഫീസ് ഉണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പോൾ മൊയ്നു സാറിന്റെ NLP ട്രെയിനിങ്ങിന് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ബേസിക് അറ്റൻഡ് ചെയ്യുന്ന 2012 2012. 14 വർഷം എബൌട്ട് അല്ലേ? 14 വർഷമായി. ഞാനും വന്നിട്ട് 14 വർഷമായി മൊയ്നു സാറിന്റെ അടുത്ത് വന്നിട്ട്. അപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒരേ ടൈം ആയിരിക്കും. ഓക്കെ. എന്താണ്, എങ്ങനെയാണ് ബദർത്ത നമ്മളെ സക്സസ് വാലി ട്രെയിനിങ്ങിന് എത്തിപ്പെട്ടത്? സക്സസ് വാലി ട്രെയിനിങ്ങിന് എത്തിപ്പെട്ടത് സത്യത്തിൽ എനിക്കുണ്ടായൊരു വലിയൊരു വേദനയിലൂടെയാണ്. അപ്പോൾ അതിനൊരു എൻ്റെ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അതിനൊരു സൊല്യൂഷൻ അന്വേഷിച്ച് നടന്നതിൽ, ഒരു വിവാഹമോചനത്തിൻ്റെ ഒരു ഡൈവോഴ്സിൻ്റെ ഒക്കെ ഒരു വിഷയത്തിലൂടെ അവൾക്കൊരു കൗൺസിലിംഗ് വേണമെന്ന് വിചാരിച്ചു. സത്യത്തിൽ എനിക്കൊരു കൗൺസിലിങ്ങോ എനിക്കൊരു ക്ലാസ്സോ വേണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാനിതിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. കാരണം ഞാൻ നല്ലൊരു വിൽ പവറും പേഴ്സണാലിറ്റിയും
എന്തു വന്നാലും അതിജീവിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളതും അതൊരു ബേസിക് കുടുംബപരമായിട്ടുള്ളൊരു ലൈഫ് എന്ന് പറയുന്നത് എൻ്റെത് അങ്ങനെയാണ്. അപ്പം എനിക്കൊരു കൗൺസിലിങ്ങിൻ്റെ ഒരു ക്ലാസ്സിൻ്റെയോ അങ്ങനത്തെ ഒരു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല, തോന്നിയിട്ടേ ഇല്ല, ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ മകളൊരു വിഷയം വന്നപ്പോഴത് അവൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു കൗൺസിലിംഗ് ഇതിനു വേണ്ടി അന്വേഷിച്ച് നടന്നത്. അപ്പം അതിൽ സാറിൻ്റെ ഒരു ബുക്ക് ഞാൻ മുമ്പ് എവിടെയോ വായിച്ചിരുന്നു. അപ്പം അതിലൂടെയാണ് മൊയ്നു സാർ ഒരുപാട് ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. സാറ് 19 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പലതും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ മുമ്പ് വായിച്ചൊരു ബുക്കിന്ന് ഇതൊക്കെ വരുന്നതിൻ്റെ ഒക്കെ ഒത്തിരി മുമ്പ് വായിച്ചൊരു ബുക്കിൽ നിന്നാണ് എനിക്ക് നമ്പർ കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് നോക്കിയപ്പോൾ അന്ന് സാറ് ഷാർജയിലൊക്കെ വർക്ക് ചെയ്ത രീതിയിലൊക്കെയാണ് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത് ബുക്കിൽ. അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചു സാർ നാട്ടിലുണ്ടോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നാട്ടിലുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പകുതി എൻ്റെ പ്രശ്നം സോൾവ് ചെയ്ത മാതിരിയായി. കാരണം ഇവിടെ പോയി കാണാനും സംസാരിക്കാനും പറ്റും എന്നുള്ളതിൽ. അങ്ങനെയാണ് ആ നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തത്. അപ്പോഴതിന് സമയം ഉണ്ടായിരുന്നില്ല, എനിക്ക് സമയം സാറ് ബിസിയാണ് എന്നുള്ളതും. അപ്പോൾ എനിക്കതിൽ ഭയങ്കര ഒരു പ്രയാസമായി. കാരണം മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അവൾക്ക് ഈ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് വേണം അവളെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ദേഷ്യവും വിഷമമൊക്കെ വന്നിരുന്നു. പിന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനാണ് ഇപ്പം കൗൺസിലിംഗ് അല്ല പ്രധാനമായിട്ട് ചെയ്യുന്നത്, ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ട്. അപ്പോൾ അതിൽ വരാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ മറുപടി ക്ലാസ് കൊണ്ട് നന്നാവുകയാണെങ്കിൽ ഞാൻ എന്നോ നന്നാവണമായിരുന്നു, ക്ലാസ്സിൻ്റെ ആവശ്യമേ എനിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അത് ശരിക്കും ഡ്രോപ്പ് ചെയ്ത കാര്യമാണ്. പക്ഷെ വീണ്ടും എന്തോ എവിടെയോ വെച്ചിട്ട് ഒരു ക്ലാസ് അല്ലേ ഒന്ന് അവളെ ഇരുത്തി നോക്കാമെന്നില്ല. അപ്പോൾ അവൾക്ക് ചെറിയൊരു മോനും ഉണ്ടായിരുന്നു അന്ന്, ഒരു വയസ്സാകാത്തൊരു മോനും ഉണ്ട്. അപ്പോൾ ആ മോനെ ഞാൻ നോക്കിയിട്ട് അവൾക്കൊരു ക്ലാസ്സാണല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ അവളെയാണ് ആദ്യത്തെ ബേസിക് ക്ലാസ്സിന് ഞാൻ വിട്ടിട്ടുള്ളത്. അത് സാറിൻ്റെ ക്ലാസ് അന്ന് കോഴിക്കോട് വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അവളെ ക്ലാസ്സിന് ഇരുത്തി അങ്ങനെയാണ് ഇതിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോഴും അന്ന് ആ ക്ലാസ്സിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തപ്പോൾ മോളൊക്കെ നല്ല ഇതായിട്ടൊക്കെ അവൾക്കും ഭയങ്കര ഇഷ്ടമായ. അന്നാണ് ഈ ക്ഷമയും സഹനവും തമ്മിലുള്ള വ്യത്യാസം അവൾ പറയുന്നത്. നമ്മൾ പ്രശ്നങ്ങളൊക്കെ സഹിക്കുകയാണ്, അതല്ലമ്മ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അവളാന്ന് പറഞ്ഞപ്പോൾ അപ്പൊക്കെ ഭയങ്കര ഒരു സന്തോഷമായി. അവൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഉള്ളതിൽ അങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് എത്തിയില്ല. ആ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സും പിന്നെ അവിടുന്ന് ഇങ്ങനെ ലെറ്റർ വന്നുകൊണ്ടിരിക്കും, ക്ലാസ്സിനെ ഇൻഫോം ചെയ്തുകൊണ്ട്, ഡേറ്റ് ഇൻഫോം ചെയ്തിട്ട്. അപ്പം അങ്ങനെ വന്നതിലൊന്നും എനിക്ക് ചേരണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ പിന്നീടും അങ്ങനെ സാറും ആവശ്യപ്പെട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാനും എപ്പോഴും എൻ്റെ അന്നത്തെ ഒരു അറിവിൽ എനിക്കതിൻ്റെ ഒരു ആവശ്യമേ തോന്നിയിട്ടില്ല. പിന്നെ സമയം ഉണ്ടാവില്ല, ജോലിയുള്ള കാരണം ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് പറ്റില്ലാന്ന്. പക്ഷെ അങ്ങനെ 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനതിൽ അറ്റൻഡ് ചെയ്യാനിടയായി. എന്തോന്ന് അറ്റൻഡ് ചെയ്യാം. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവും മഹാഭാഗ്യമായിട്ട് ഞാൻ ഇന്നും വളരെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അങ്ങനെയാണ് അന്ന് തുടങ്ങി പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ സാറിൻ്റെ എല്ലാ ബേസിക് ക്ലാസ്സുകളും അഡ്വാൻസ് ക്ലാസ്സുകളും മാസ്റ്റർ ക്ലാസ്സുകളും ഇപ്പോഴുള്ള ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം ഞാൻ പതിവായിട്ട് കഴിയുന്നിടത്തോളം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിലൂടെ എനിക്കുണ്ടായ മാറ്റത്തിൻ്റെ ആ ഒരു സന്തോഷം അത് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. ഞാനങ്ങനെ ഒരു അവസരം കിട്ടിയതിലും ഒരുപാട് നന്ദിയും സ്നേഹം. മാഡം, ഇത് കേട്ടപ്പോൾ നമ്മളിവിടെ ഈ സക്സസ് വാലിയിൽ എത്തിപ്പെട്ട എല്ലാവരും മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി പോയവരോ അല്ലേ? നമ്മൾ ഒരുപാട് ആൾക്കാരെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ എത്തിയത് മറ്റുള്ളവരെ നന്നാക്കുന്നവർ. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. ഞാനും അതേപോലെ എത്തിപ്പെട്ട ഒരാളാണ്. നമ്മളിപ്പോൾ റിവ്യൂ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഓരോ കോഴ്സിലും റിവ്യൂ പറയുന്നില്ല. അവരെല്ലാവരും ഇവിടെ എത്തിപ്പെട്ടത് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി പോയവരാണ്. പക്ഷേ എങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞു നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു, അവർ രക്ഷപ്പെട്ടു അല്ലേ? മാഡം അതേപോലെ രക്ഷപ്പെട്ട ഒരാളാണെന്ന് പറയുന്നു. മാഡത്തിന്റെ ആ ഒരു കഥ കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായും എനിക്കൊരു ക്ലാസ്സിന്റെ ആവശ്യം, എനിക്കൊരു മാറ്റവും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല, പറഞ്ഞ പോലെ അത്രയ്ക്കും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ മകളെ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് പിന്നെ അത് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സാറിന്റെ ബേസിക് 8ാമത്തെ ക്ലാസ് എങ്ങാനാണ് അതെന്ന് തോന്നുന്നു ഞാൻ ഇരിക്കുന്ന ക്ലാസ്. അപ്പം അതിലിരുന്നിട്ട് ആ ക്ലാസ്സിലിരുന്നപ്പോഴും എനിക്കൊന്നും സാർ അന്ന് തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഘടന അങ്ങനെയാണ്. പിന്നെ തെറാപ്യൂട്ടിക് ബേസ്ഡ് തെറാപ്പി
ക്ലാസ്സുകളാണ് ഉള്ളത് NLPയിൽ എടുക്കുന്നത്. അപ്പോൾ അതിൽ തെറാപ്പി ചെയ്ത അന്ന് എനിക്ക് ആ ബേസിക് ക്ലാസ്സിലിരുന്നിട്ട് ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അത്രയ്ക്കും കോൺഷ്യസ് ലെവലിലാണ് ഞാൻ ഇരിക്കുന്നത് ക്ലാസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മുടെ പിന്നെ ആ മാസ്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നത്, ആ പേഴ്സണാലിറ്റി എന്നുള്ള ഒരു സംഭവം, അതിൻ്റെ ഒരു വേർതിരിവ്. അതങ്ങനെ മനസ്സിലായത് കൊണ്ട് മാത്രം ഞാൻ അതിനെ, ഇതിലെന്തോ സംഭവം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള, ഞാൻ മാറാനുള്ള, എനിക്ക് വേണ്ടത് എന്തോ ഉണ്ട് എന്നുള്ളത്. അതെ. പിന്നെ ഞാൻ മകളെ മറന്നു. ഞാൻ മകളെ കാര്യം ഞാൻ അങ്ങ് വിട്ടു. പിന്നുള്ള അഡ്വാൻസിനൊക്കെ ഫസ്റ്റ് ഓഫ് കോഴ്സ് ഞാൻ അവളെ തന്നെയാണ് ആദ്യം ഇരുത്തിയിട്ടുള്ളത്. അവൾക്ക് എല്ലാ സൗകര്യം ചെയ്തെടുത്ത് അവളെ തന്നെയാണ് ഞാൻ ആദ്യം അഡ്വാൻസിന് ഇരുത്തിയിട്ടുള്ളത്. ആദ്യത്തെ മാസ്റ്റർ ക്ലാസ്സിന് അവളെ തന്നെ ഇരുത്തിയിട്ടുള്ളത്. അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മാറ്റങ്ങൾ വരുന്ന കാര്യത്തിൽ അത് അവളുടേതായ ഒരു പ്രശ്നമാണ് എന്നുള്ളതും അവളാണ് അത് കൈകാര്യം ചെയ്യേണ്ടതും. പിന്നെ ഞാൻ എന്നിലേക്ക് നോക്കാൻ തുടങ്ങി. എനിക്ക് ക്ലാസ് ഞാൻ അതുപോലെ എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യാനും എല്ലാത്തിലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നതിലൂടെ എനിക്കൊരു മാറ്റം വേണം എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അതാണ് അതിൻ്റെ സത്യം. മാറ്റം തിരിച്ചറിഞ്ഞു എന്നുള്ളത്, മാറ്റം ആവശ്യമാണ്, എനിക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അതിന് ഒരു നിമിത്തമായി അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. മകളൊരു നിമിത്തമായി അതെ, മകളുമല്ല, മകളുടെ പ്രശ്നങ്ങളില്ല. അപ്പൊ എല്ലാം വെൽ ഗോയിങ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വരേണ്ട കാര്യമില്ല. അപ്പോൾ ശരിക്കും എന്താ പറയാ, നമ്മൾ ആ ഒരു മുറിവിലൂടെയാണ് ഈ പ്രകാശം അകത്തേക്ക് കയറിയത് സത്യത്തിൽ. അതിൽ ആ ഒരു ഫീലിംഗിൽ തന്നെയാണ് ഇപ്പോഴും. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശാന്തി ഉണ്ടാവില്ല. പ്രശ്നങ്ങളിലാണ് പ്രശാന്തി. അതാണ് സത്യം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഭദ്രത, പിന്നെ ആദ്യകാലങ്ങളിൽ എനിക്കൊരു ക്ലാസ്സും ആവശ്യമില്ല അങ്ങനെ ചിന്തിച്ച് ജീവിച്ച ഒരാളായിരുന്നു, വിൽ പവറിൽ. പിന്നീട് ക്ലാസ്സിന് വരുന്നു, മോനു സാറിന്റെ ക്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നു. ഒരുപാട് തിരിച്ചറിവുകളാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞ വിൽ പവർ, ഇപ്പോ അതിനെന്താ സംഭവിച്ചിട്ടുള്ളത്? എക്സ്പീരിയൻസ് ലെവൽ എന്ത് മാറ്റാണ് സംഭവിച്ചത്? എന്ത് തിരിച്ചറിവാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റുമോ? മുമ്പത്തെ ലൈഫും പിന്നത്തെ ലൈഫുള്ള മാറ്റം. വിൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് ഭയങ്കര വിൽ പവർ ആയിരുന്നു. എൻ്റെ ഒരു പോളിസി തന്നെ, ഞാൻ പാറപ്പുറത്തിട്ടാലും ജീവിക്കും, കടലിൻ്റെ അടിയിലിട്ടാലും ജീവിക്കും എന്നുള്ളതാണ്. അതെൻ്റെ പിതാവിൽ നിന്ന് കേട്ടിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ്. എൻ്റെ ഒരു ചുറ്റുപാടും അങ്ങനെയായിരുന്നു. ഞാനൊരു വലിയ ഫാമിലിയിലുള്ള ആളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള, ആരുടെ മുന്നിലും തോൽക്കാൻ പാടില്ല, ഒന്നുകൊണ്ടും തോൽക്കാൻ പാടില്ല എന്നുള്ളതിലാണ്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ജോലി അങ്ങനത്തതാണ്, പബ്ലിക്കായിട്ട് ഇടപെടേണ്ട ഒരു ഓഫീസറായിട്ടാണ്. അപ്പൊ അതിലും ഞാൻ പേടിച്ചെന്നാലൊന്നും നടക്കുന്ന ഒരു ജോലിയല്ല. കേസും കോടതികളും ഒക്കെ ഉള്ള ഒരു ജോലിയാണ്. അപ്പൊ എല്ലാം കൊണ്ടും അങ്ങനത്തെ ഒരു വിൽ പവർ, മനസ്സിൻ്റെ ഒരു വിൽ പവറിൽ. പിന്നെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ, ആ വിൽ പവർ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ അത് മനസ്സിനല്ല, ഹൃദയത്തിൻ്റെ ഒരു വിൽ പവറാണ്. ഏതോ ഒരു അദൃശ്യ ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ സൃഷ്ടാവിലേക്കുള്ള ഒരു തിരിഞ്ഞ നടത്തം. കോൺഫിഡൻസ് അല്ലേ? കോൺഫിഡൻസിന്റെ അപ്പുറം നമ്മുടെ ഒരു ആത്മീയതയിലേക്കുള്ള ഒരു നടത്താണ്. ഒരു ഇതുവരെ വന്ന, ഞാൻ 54 വയസ്സിലാണ്, 54ാമത്തെ വയസ്സിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതുവരെയുള്ള ഒരു അതിജീവനത്തിന്റെ ജീവിതമാണ് എൻ്റെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. ജീവിച്ചു പോവുക എന്നുള്ളത്. കാരണം ജോലിയും മക്കളെ, അപ്പം അവരെ നോക്കാൻ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളിലൂടെ ആകുമ്പോഴുള്ള വർക്കിംഗ് വുമൺ എന്നുള്ള ഒരു ഇതിലും ഒക്കെ അങ്ങനെയുള്ള ഇതിൽ. അപ്പോൾ അതൊന്ന് മാറിയിട്ട്, അപ്പോൾ അവർക്ക് ശരിക്കും അതിജീവനായിരുന്നു. ഓരോ ദിവസം കഴിഞ്ഞു പോയാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് സത്യത്തിൽ എനിക്ക് എന്നെപ്പറ്റി ചിന്തിക്കാൻ തന്നെ സമയമില്ലാത്തൊരു ഇതിലോട്ട് വന്നപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം, ആ സെൽഫ് ലവിനെ കുറിച്ചിട്ടും എന്നെ മനസ്സിലാക്കാനും എനിക്കകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതും, ഞാൻ എൻ്റേതായ എൻ്റെ സമയം എനിക്ക് കൊടുക്കണം എന്നുള്ളതും. അങ്ങനെയുള്ള ഒരുപാട്, സാറിൻ്റെ ക്ലാസ്സിന് സത്യത്തിൽ അതൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷണൽ ക്ലാസ് അല്ല സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. അതൊരു ലൈഫാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സാറിൻ്റെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ലൈഫാണ്. എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്ന ഓരോ അനുഭവങ്ങൾ, നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുന്ന, അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് വൈകാരികമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടുന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സന്തോഷിക്കും. അല്ലാതെ ഇങ്ങനത്തെ ഓരോ മക്കളെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ജോലിയിൽ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വല്ലാതെ ഇരുന്ന് വിഷമിക്കും.
അപ്പോൾ പോസിറ്റീവ് പ്രശ്നങ്ങൾ നെഗറ്റീവ് പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള തരംതിരിവ് ഉണ്ടായിരുന്നു, സന്തോഷം തരുന്നതും സങ്കടം തരുന്നതും എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ സാധാ ആൾക്കാരെ പോലെ ഇരുന്ന് കരയലും പിന്നെ ഒരു പരിഹാരം ഇല്ല, ഇനിയിപ്പോൾ ഈ ഇവിടുന്ന് തന്നെ ഒരു പരിഹാരം ഇല്ല, ഇനി അവിടെ പോയിട്ടെന്തോ നോക്കാമെന്നൊക്കെ ഉള്ളൊരു കണ്ടീഷനാണ് ശരിക്കും ജീവിച്ചു വന്നിരുന്നത്. ഈ ക്ലാസ്സിൽ വന്നതോടെ അതൊക്കെ എന്താ പറയുക, ഒന്നാകെ തകിടം മറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ശരിക്കും തിരിച്ചിട്ടു, നേരെ എല്ലാം തിരിച്ചു. അപ്പോൾ വളരെ സുന്ദരമാണ്, ഇപ്പോൾ ജീവിതം വളരെ സുന്ദരമാണ്, സമാധാനമാണ്. അത് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അതിനോടുള്ള എൻ്റെ സമീപനാണ് മാറിയിട്ടുള്ളത്. അതാണ് എനിക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടിയിട്ടുള്ളത്. ആ പ്രശ്നങ്ങളോടുള്ള എൻ്റെ മനസ്ഥിതി, എൻ്റെ സമീപനം, അതിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ സാർ തന്നെ പറയും, ഇത് കിട്ടി, എനിക്ക് സന്തോഷം കിട്ടി, അതായി എൻ്റെ കാലൊടിഞ്ഞു, ഞാൻ വിഷമിച്ചു, അങ്ങനെ ഒരു ഇത് സംസാരിക്കുമ്പോൾ സാറ് പറയും, അതിനെ പോസിറ്റീവായിട്ടും ഇതിനെ സങ്കടമായിട്ടും കാണാൻ നിങ്ങളോട് ആരാ പറഞ്ഞിട്ടുള്ളത്? അതെല്ലാം നിങ്ങളിലേക്ക് വരുന്ന അനുഭവങ്ങളല്ലേ, നിങ്ങളല്ലേ അതിനെ തരംതിരിച്ച് കാണുന്നത്, അതുകൊണ്ടല്ലേ ഈ വിഷയം. പക്ഷെ അതങ്ങനെ ചിന്തിച്ച് അതിലൂടെ ഇങ്ങനെ വളർന്നപ്പോൾ സത്യത്തിൽ ശരിയാണ്. ഒരു കാലൊടിഞ്ഞ് കിടക്കുമ്പോഴേ എനിക്കതിനെ 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന്, നെഗറ്റീവായിട്ട് എനിക്ക് ചിന്തിക്കുക, ഇപ്പോഴെനിക്കിത് സംഭവിച്ചാലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പേഴ്സണൽ ആയിട്ടും ലൈഫിലുള്ള ജോലി സംബന്ധമൊക്കെ അതൊക്കെ ഒരു തരത്തിൽ ഓർക്കാം. അതേസമയം തന്നെ എൻ്റെ ഓട്ടത്തിനിടയിൽ എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി എന്ന രീതിയിലും അങ്ങനെയും എനിക്ക് ചിന്തിക്കാം. അപ്പം അങ്ങനെ എല്ലാത്തിനും ഒരു പോസിറ്റീവ് വശങ്ങൾ, അതിനെ നന്മ കാണാൻ, അങ്ങനെ ഒരു ലെവലിലേക്കാണ് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അതൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കതൊരു എന്താ പറയുക, ഒരു ഹ്യൂജ് ചേഞ്ചായിട്ട് എന്നെ സംബന്ധിച്ചിട്ട്. അത് എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഒരാൾക്ക് തോറ്റു കൊടുക്കുകയെന്നോ ഒരാളുടെ മുന്നിൽ ചെറുതാകുക എന്നുള്ളത് എനിക്ക് അങ്ങനെ ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ഇപ്പോഴും എന്നെപ്പറ്റി ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ അത്രയ്ക്കൊരു ഭയങ്കര ഒരു ഷിഫ്റ്റാണ്. പക്ഷെ അതൊന്നും പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു ക്ലാസ് കൊണ്ടോ സംഭവിച്ചതല്ല. അന്ന് തുടങ്ങി ഇതുവരെയുള്ള ആ കൺസിസ്റ്റൻ്റായിട്ട് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അതിലൂടെ സാറ് പഠിപ്പിച്ച ഒരുപാട് ടൂൾസ്, ജീവിതം കൈകാര്യം ചെയ്യാനുള്ള ഒരുപാട് ടൂൾസ്, ഒക്കെ പറയുന്ന പോലെ ജീവിതത്തിൻ്റെ താക്കോലുകൾ, ആ താക്കോലുകൾ അത് ആവശ്യമാവുന്ന സമയത്ത് സന്ദർഭത്തെ അതുപോലെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ പഠിച്ചത് എപ്പോഴും നമുക്ക് ഇപ്പോൾ പഠിച്ചത് കൊണ്ട് അല്ല, അറിവ് പുതിയത് കിട്ടിയത് കൊണ്ടൊരു ഉപകാരമാവുന്നില്ല. ആ അറിവ് നമ്മൾ അനുഭവത്തിലേക്ക് ആക്കുമ്പോഴാണ് നമുക്ക് ആ അറിവ് ഉപകാരപ്പെടുന്ന ഒരു അറിവായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഠിച്ച ഓരോ കാര്യങ്ങളും, സാറിൻ്റെ ക്ലാസ് അവിടെ തെറാപ്പി ഉണ്ടെങ്കിൽ കൂടി സത്യത്തിൽ അതൊരു തെറാപ്പിയാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ നടക്കുന്നത് നമ്മളെ വീടുകളിലാണ്. നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം ഇല്ലാണ്ട് എല്ലാം കൈകാര്യം ചെയ്തതാണ്, കംപ്ലീറ്റ് ഓക്കെയാണ്. വീട്ടിലേക്ക് എത്തുമ്പോഴായിരിക്കും അന്ന് തന്നെ ചിലപ്പോൾ ലേറ്റ് ആയതിനുള്ള വഴക്കൊക്കെ ഉണ്ടാവും. വീട്ടിലെ കാര്യങ്ങൾ ചിലപ്പോൾ മക്കളെ ഭക്ഷണമായിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ. അപ്പം അവിടുന്ന് അത് ശരിക്കും അതിൻ്റെ ആ പ്രാക്ടിക്കൽ സെഷൻ നടക്കുന്നത് നമ്മളെ ലൈഫിലാണ്. അപ്പം അതിനെങ്ങനെയാണ് വൈകാരികമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ക്ലാസ്സുകളിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സൊല്യൂഷനായിട്ട് അതാണ് എൻ്റെ ഏറ്റവും അമേസിങ് പോയിന്റ് എന്ന് പറയുന്നത്. എൻ്റെ മോളൊരു ഡൈവോഴ്സിലേക്ക് പോകുമ്പോൾ അവളെ ഒരു കൗൺസിലിംഗ് ചെയ്തിട്ട് അവൻ വരില്ല, അപ്പോൾ അവളെങ്കിലും കൗൺസിലിംഗ് ചെയ്ത് അവൾക്ക് മാറ്റങ്ങൾ വന്നാൽ എങ്ങനെയെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ വന്നിട്ട് ഡൈവോഴ്സിനുള്ളവരൊക്കെ വന്നിട്ട് അങ്ങനെ ശരിയായി പോകുന്നതും ഒക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്കൊരു പ്രതീക്ഷയാണ് ഇവരും എൻ്റെ മകളും ശരിയായി പോകും എന്നുള്ളത്. അപ്പോൾ പ്രശ്നത്തിൽ ശരിക്കും വന്ന പ്രശ്നത്തിൽ എന്താണോ സംഭവിക്കാനുള്ള അതിൻ്റെ ടോപ്പാണ് സംഭവിച്ചിട്ടുള്ളത്, ഡൈവോഴ്സാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഡൈവോഴ്സിലേക്ക് എൻ്റെ മകൾ എത്തുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനെ വളരെ സന്തോഷത്തോടെയും ഒരു പോസിറ്റീവായിട്ടും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ ക്ലാസ്സിലൂടെ മാത്രം കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണ്, ഒരു ചേഞ്ചാണ്, മാറ്റാണ്. അതിന് ഞാൻ ഒരുപാട് എൻ്റെ സാറിനോടും സക്സസ് വാലിയോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. വേറെ എവിടെ പോയാലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കുന്നുള്ളത്. കാരണം നമ്മൾ കൗൺസിലിങ്ങിന് പോകാമെന്ന് പറയുമ്പം നമ്മൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ അവരോട് മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കണം, നമ്മളെ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത്. അത് മുഴുവൻ ഇപ്പം നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും, നമ്മൾ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ. അപ്പം അതൊക്കെ അവിടെ ചെന്ന് നമ്മളിങ്ങനെ അവരോട് പറയണം, വേറൊരാളോട് നമ്മൾ പറയണം. എന്നിട്ട് അതിൽ നമ്മളെ കൊണ്ട് തന്നെയാണ് സൊല്യൂഷൻ കണ്ടെത്താൻ
ഇപ്പം ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് തന്നെയാണ് അതിൽ സൊല്യൂഷൻ ചെയ്യിപ്പിക്കുന്നതും. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞ ആളാണ്. അപ്പോൾ പക്ഷേ NLPയിൽ അതും സാറിൻ്റെ ഈ NLPയിൽ സക്സസ് വാലി നടത്തുന്ന NLPയിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും അവിടെ പറയേണ്ടതായ ഒരു ആവശ്യമില്ല. നമ്മൾ പ്രശ്നങ്ങൾ അവരറിയേണ്ട കൗൺസിലർ, നമ്മൾ മുന്നിലിരിക്കുന്ന തെറാപ്പിസ്റ്റോ അറിയേണ്ട കാര്യങ്ങളില്ല. നമ്മളത് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി. അതിൻ്റെ ഇമോഷൻസാണ് നമുക്ക് അനുഭവിക്കാൻ പറയുന്നതും ആ ഇമോഷൻസിനാണ് ആ തെറാപ്പിയിലൂടെ നമുക്ക് ഇല്ലാതാക്കുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ അതോടെ സംഭവിക്കുന്നത് നമുക്ക് ആ ഒരു വിഷയം നമുക്ക് സംഭവിക്കാനുള്ളൊരു റൂട്ട് കോസ് ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ ഇത്. നമ്മളിൽ ഉണ്ടാകുന്ന ഒരു റൂട്ട് കോസ് ഉണ്ടാവും. ആ റൂട്ട് കോസിനെയാണ് വേരോടെ ഈ NLP തെറാപ്പിയിലൂടെ സക്സസ് വാലി ഇല്ലാതാക്കുന്നത്. അതോടുകൂടി നമ്മൾ ആ വിഷയത്തിൽ മാത്രമല്ല മാറുന്നത്, നമ്മളെ ലൈഫിലെ മറ്റൊരുപാട് കാര്യങ്ങളിൽ അതിന് മാറ്റം വരുന്നുണ്ട്. അതാണ് നമ്മളെ മൊയ്ൻ സാറിന്റെ NLPന്റെ പ്രത്യേകത. നമ്മളൊരു വിഷയത്തിന് അവിടെ പോയിട്ട് തെറാപ്പി ചെയ്യോ പിന്നെ കൗൺസിലിംഗ് ഏർപ്പെടുകയോ ചെയ്താൽ നമ്മൾ ആ വിഷയത്തിന് മാത്രമല്ല നമ്മൾ ശരിയായി വരുന്നത്. പല കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ആകുന്നു, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അങ്ങനെയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ റിവ്യൂ ടോട്ടൽ ചേഞ്ച് ആണ്. അതാണ് പറഞ്ഞത്, ലൈഫാണ് അവിടെ പഠിപ്പിക്കുന്നത്. ചെറിയൊരു കാര്യം, ഒരു പൂവ് എടുത്ത് ചാടുമ്പോഴൊക്കെ അവിടെ വേറെ ഒരുപാട് പൂക്കളാണ് അവിടെ വരുന്നത്. കെട്ട പൂവ് എടുത്ത് ചാടുന്നതാണ്. പക്ഷെ അത് അറിയില്ല, നമ്മൾ കെട്ടതാണോ നല്ലതാണോ അറിയുന്നില്ല. അവർ തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ അതെടുത്ത് കളഞ്ഞാലോ ഒരുപാട് പൂക്കൾ അറിയുന്നു. അതെ, അങ്ങനെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ആദ്യം ഞാനും കരുതിയിരുന്നത് ഈ 54 വയസ്സിലൊക്കെ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും 54-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആയിട്ടില്ല. റിട്ടയർ ആയിട്ടില്ല, അതിന്റെ 2 വർഷം മുമ്പാണ്. അപ്പൊ ജോലിക്കെല്ലാം മാറ്റം വന്നിട്ടുണ്ടാവില്ല ആ ഒരു 2 വർഷം? ജോലിക്കൊക്കെ നല്ല മാറ്റമായിരുന്നു. കാരണം ഞാൻ ഇൻസ്പെക്ഷനൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ വരുന്നതിനേക്കാൾ പ്രായം കുറവുള്ള അവരൊക്കെ ഇൻസ്പെക്ടേഴ്സിന്റെ കൂടെയും ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ക്ഷീണം തോന്നാറില്ല. ഞാൻ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയും, ഇൻസ്പെക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ നിർത്തണ്ട. അപ്പൊ അവരൊക്കെ എന്നോട് ശരിക്കും ചോദിച്ചിട്ട് തന്നെ ഉണ്ട്, എങ്ങനെയാ മാഡം ഇങ്ങനെ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഈ വൈകിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ. അപ്പൊ ഓഫീസിൽ ഇരുന്നിട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു കണ്ണൂരുകാരൻ, തളിപ്പറമ്പുകാരൻ തന്നെ ഒരിക്കൽ വന്നപ്പോഴും എൻ്റെ അടുക്ക ഞാൻ ഈ കണ്ണൂർ വർക്ക് ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നത്, അവിടെ നിന്ന് പരാതി, ഇവിടെ നിന്ന് ലൈസൻസ് കൊടുക്കൽ, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും. പിന്നെ നമ്മളെ വീടും കാര്യങ്ങളും അത് വേറെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അയാളോട് പറയുന്നെ ചെയ്തു, കണ്ണൂർ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, സാറുണ്ട്, അവർ നടത്തുന്ന ഒരു ക്ലാസ് ഉണ്ട്, നിങ്ങളതൊന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുന്നു. അതിൽ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സാറിൻ്റെ ഭാര്യയുടെ വീടിൻ്റെ അടുത്ത് എവിടെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പിന്നീടാണ് അത് ഞാൻ അറിഞ്ഞത്, എനിക്കത് അറിയില്ലായിരുന്നു. അയാൾ ലൈസൻസിന് ഓഫീസിൽ വന്നായിരുന്നു. അപ്പം അത്രയ്ക്കും നമ്മുടെ എനിക്ക് തോന്നുന്നു അതിൽ ഒരു എനർജി ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട് നന്നായിട്ട്. തീർച്ചയായും അതുകൊണ്ടാണ്. കാരണം മുമ്പൊക്കെ ഞാൻ ജോലിയിൽ പോയിരുന്ന സമയത്ത് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ 54-ൻ്റെ ഒക്കെ മുമ്പുള്ള പ്രായത്തിൽ തന്നെ ജോലിക്ക് ഞാൻ പോയിരുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്നാൽ ഞാൻ ഭയങ്കര ടയർഡായിരിക്കും. യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭക്ഷണമൊന്നും കറക്റ്റ് ആയിരിക്കില്ല, അങ്ങനെയൊക്കെ നല്ല ടയർഡായിരിക്കും. പിന്നെ വീട്ടിൽ വന്നാലും കുട്ടികൾ ചെറുതായതുകൊണ്ടും അവരുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ടയർഡായിരിക്കും. പക്ഷെ ഇപ്പോഴും ഞാൻ എപ്പോഴും പുറത്ത് പോയെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട്, ഞാൻ ഒട്ടും ടയർഡല്ല. അങ്ങനത്തെ ആ ഒരു ഇതിലേക്ക് എനിക്ക് ഇതാവാറില്ല. ഞാൻ നല്ല എനർജറ്റിക് ആയിട്ട് പിന്നെയും കാര്യങ്ങൾ ചെയ്യാനും അത് കേട്ട് പിന്നെയും പോകണമെങ്കിലും യാത്ര ചെയ്യാനും തനിച്ച് ഇപ്പോഴൊക്കെ അങ്ങോട്ട് വരാനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ രാവിലെ എഴുന്നേറ്റ് 5:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ എത്താനൊക്കെ പറ്റിയത് 9:30 മണി എന്ന് പറഞ്ഞാൽ 9:30 മണിയാകുമ്പോഴേക്കും എനിക്ക് ഇവിടെ എത്താനൊക്കെ പറ്റിയത് അതൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു എനർജി ഷിഫ്റ്റ് സംഭവിച്ചതിൻ്റെ. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മളെ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ് മാറുന്നത്. ആ സമീപനം മാറുന്നതോട് കൂടിയിട്ട് നമ്മുടെ നമുക്ക് പ്രശ്നങ്ങൾ പ്രശാന്തിയായി മാറുകയാണ്, പ്രശ്നങ്ങളല്ലാതായി മാറുകയാണ്. കംപ്ലീറ്റ് ഷിഫ്റ്റാണ്. സാറ് പഠിപ്പിക്കുന്ന ടൂൾസും എല്ലാം അതിനാണ് ഉപയോഗിക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ, അത് നമ്മൾ എന്നും എടുത്ത് ഉപയോഗിക്കണം ആവശ്യം വരുന്ന സമയത്ത് എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് പറയുമ്പോൾ എന്നിൽ ശരിക്കും ഇപ്പോൾ 67 വയസ്സായി, റിട്ടയർ ചെയ്തിട്ട് 12 വർഷമായി. എന്നിൽ 6 വയസ്സുകാരിയുടെ കുട്ടിത്വമുണ്ട്, 16 വയസ്സുകാരിയുടെ പ്രണയമുണ്ട്, 67 വയസ്സിൻ്റെ ആത്മീയതയും ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഏത് ഇതിലോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനും എനിക്ക് എളുപ്പമാണ്. കുട്ടികളെ കൂടെ കണ്ടാൽ കുട്ടികളോടെ കളിക്കാനും ബാലരമ വായിക്കാനും പ്രണയിക്കാനും അങ്ങനെയുള്ള കഥകൾ കേൾക്കാനും സിനിമ കാണാനായാലും അത് ഉൾക്കൊള്ളാനും എല്ലാം കഴിയുന്നുണ്ട്. അതേസമയം
അതൊക്കെ അവിടെ നിർത്തിയിട്ട് എൻ്റേതായ ലോകത്തെ ആത്മീയതയിലേക്കും പോകാനും അതുമായിട്ടുള്ള ആ കണക്റ്റഡും ആ തിരിച്ചു പോക്കും ഒക്കെ അതും വളരെ എളുപ്പമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും എന്താ പറയുക, സോ മച്ച് ബ്ലെസ്ഡ്. ഒരുപാട് സന്തോഷത്തോടെ പറയാം ഐ ആം സോ മച്ച് ബ്ലെസ്ഡ് എന്നുള്ളത്. പിന്നെ വേറെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരുപാട് ട്രോമാസ് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ മുമ്പുള്ള ജീവിതത്തിൽ. ഇപ്പം മോളെ കാര്യം തന്നെ, അതുപോലെ മോളൊപ്പ മരണപ്പെട്ടിട്ടുണ്ട് അവൾക്ക് 3 വയസ്സാകുമ്പോഴേ. അപ്പം അങ്ങനെയുള്ളൊക്കെ വിഷയങ്ങളൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ സാധാ മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ നോർമൽ ആയിട്ട് അതിനെ കുറേ കരയുക, വിഷമിക്കുക, കുറേ ഞാൻ ഒരു ഓഫീസർ എന്നുള്ള നിലക്ക് കുറേയൊക്കെ സപ്രസ് ചെയ്തു. വിഷമങ്ങളൊന്നും സഹിച്ചു. കാണിക്കില്ല, കാണിക്കാൻ പാടില്ലല്ലോ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് കുറേ ഞാൻ സപ്രസ് ചെയ്തു. കുറേ നല്ല ഒരുപാട് ഞാൻ സപ്രസ് ചെയ്തിരിക്കണം. അപ്പോൾ എന്നെ അറിയുന്നവർക്കൊന്നും അങ്ങനെ ഒരു വിഷയങ്ങളുള്ള കാര്യങ്ങളൊന്നും അധികം ഉള്ളില് ആ പ്രയാസങ്ങളുണ്ട്, സ്ട്രെസ് ഉണ്ടായിരുന്നു. അത് ജോലിക്ക് ബാധിക്കാതിരിക്കാനുള്ള വിൽ പവറൊക്കെ എനിക്കുണ്ട്. അതിനൊക്കെയുള്ള വിൽ പവറൊക്കെ ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ അതിജീവിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എൻ്റെത്, എനിക്ക് കിട്ടിയിരുന്നത്. അതൊരു അഭിനയായിരിക്കൂലേ ആ സമയത്ത്? അത് അഭിനയാണെന്ന് ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞു പേഴ്സണാലിറ്റി മാസ്ക് ഒക്കെ പറഞ്ഞു. അതുകൊണ്ടല്ലേ, എനിക്ക് ഹൈ പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പൊ ആ മാസ്ക് ഒക്കെ കളഞ്ഞത് ഇവിടെ വന്നിട്ടല്ലേ. അതൊക്കെ ഒരു മാസ്ക് ആയിരുന്നു. അതാണ് അത്. ഇപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു, ഇപ്പോഴ് എനിക്ക് എന്നെ കിട്ടി. അത് തിരിഞ്ഞവന് തിരിയും, ഇല്ലാത്തവന് നട്ടം തിരിയും. എന്നിലെ ഞാൻ പോയി, എന്നിലെ എന്നെ ഞാൻ കണ്ടെത്തി. അതാണ് അതിൽ സത്യത്തിൽ സംഭവിച്ചത്. അപ്പൊ അതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാല് നമ്മളെ ഒരു ക്ലാസ് കേട്ടത് കൊണ്ടൊന്നും കാര്യമില്ല. ആ ക്ലാസ്സിലൂടെ നമ്മൾ അങ്ങനെ അതിനൊപ്പം നമ്മളും വളർന്ന് വരുമ്പോൾ ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ജേണിയാണ്, ഒരു ക്ലാസ് അല്ല. അതെ. ഒരു എന്താ തുരന്ത എക്സ്പ്രസ്സിൽ ആ ഒരു ജേണിയാണ് ഇത് ശരിക്കും. അതിൽ കയറിയൊരു ഇത് അവസാനിക്കുന്ന യാത്രയല്ല. ഇത് കഴിഞ്ഞാല് നമ്മളെ NLP കഴിഞ്ഞാല്, മോനി സാറിന്റെ NLP കഴിഞ്ഞാല് പ്രശ്നങ്ങൾ നമുക്ക് കൂടുകയാണ്. നമുക്ക് വരുവാ വേണ്ടത്, എന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോഴേ നമ്മളെ ടൂളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മള് കൂടുതൽ സന്തോഷത്തിലേക്ക് എത്തുന്നത്. അതെ, അപ്പോഴാണ് ഈ ഇതിൽ വായിച്ചിരുന്നു, പിന്നെ പുഴ ഒഴുകുമ്പോൾ, ഈ നിശബ്ദമായിട്ട് ഒഴുകുമ്പോൾ ഒരു പുഴ അവിടെ ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നില്ല. അതിന്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു പുഴ ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ കാട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര കളകള ശബ്ദം കേൾക്കാം പുഴയുടെ. അപ്പൊ നമുക്ക് എവിടെയോ അടുത്ത് പുഴയുണ്ട്, അതിൻ്റെ അടുത്ത് എത്തണം, കാണണം. ആ പുഴ ഒഴുകുമ്പോൾ അതിൽ ശബ്ദം ഉണ്ടാകുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ശരിയാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്സിൽ ഈ സക്സസ് വാലിയുടെ ഇതിലേക്ക് വന്നതിൽ ഞാൻ എന്തൊരു പ്രശ്നത്തിനാണോ ഫോക്കസ് ചെയ്തു, എന്നെ സംബന്ധിച്ച് സാറ് പലതവണ ഞാൻ സാറിനോട് സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സാർ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ, എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രശ്നം പുറത്തല്ലേ, ഇമോഷൻ, അതിൻ്റെ വിഷമം നിങ്ങൾക്കകത്തല്ലേ. പ്രശ്നം മോളുടേത്, അതിൻ്റെ ഇമോഷൻ നിങ്ങൾക്കകത്തല്ലേ. ഞാൻ പറഞ്ഞു ആണ്. അതിനെക്കൊണ്ട് അപ്പോൾ മോളുടെ പ്രശ്നം മാറിയാൽ ഞാൻ ഹാപ്പിയായി. പിന്നെ പ്രശ്നമില്ല. പിന്നെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ജോലിയുണ്ട്, വീടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു പ്രശ്നമല്ലേ, നമുക്ക് പ്രശ്നമുള്ളൂ. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ എന്ന്. എൻ്റെ അറിവും അഹങ്കാരവും അശ്രദ്ധയൊക്കെ അവിടെ ആയിരുന്നു, ആ ഒരു ലെവലിലായിരുന്നു. ആ പ്രശ്നം കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നമേ കഴിഞ്ഞു. എനിക്കിനി ജീവിതത്തിൽ പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ മക്കളുടെ പ്രശ്നം നമുക്ക് പ്രശ്നമാണ്, അവർ വേദനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേദനയാണ്. അതെ, അപ്പം അങ്ങനെയാണ്. പക്ഷെ അത് എങ്ങനെയാണ് എനിക്കറിയില്ല, പറഞ്ഞ് എന്നെ എങ്ങനെ ബോധ്യപ്പെടുത്തിയതെന്ന്. പ്രശ്നം പുറത്തും വിഷമമാകത്താണ്. ഇപ്പം അത് ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്ത് വിഷമങ്ങൾ വരുമ്പോഴും പ്രശ്നം പുറത്തല്ലേ എന്നുള്ള എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെച്ചാൽ, നമ്മൾ വൺസ് ആ റൂട്ടിലായി കഴിയുമ്പോൾ അത് ഓട്ടോ ഇതായിട്ട് നമുക്ക് സംഭവിക്കുന്നുണ്ട്. പ്രശ്നം പുറത്താണ്, അത് ഞാനെന്തിനാ വിഷമിക്കണ്ടേ എന്നുള്ളൊരു കാര്യം അത് അവിടെ വെച്ച് കൈകാര്യം ചെയ്ത് അവരോട് സംസാരിച്ച് അവിടെ നിന്ന് ക്ലിയർ ചെയ്താൽ മതി. അകത്തോട്ട് കയറ്റേണ്ട കാര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പഴയതിനെ കളയാനുള്ള ഒരു ശ്രമങ്ങളെ ഇപ്പം നടക്കുന്നുള്ളൂ. പുതിയതിനെ കയറ്റുന്ന വിഷമങ്ങളിൽ കൂടെ ഇപ്പോഴേ എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു അവസ്ഥ പഴയ അവസ്ഥയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. പിന്നെ മുമ്പ് നമുക്ക് സംഭവിച്ച ഓരോ വിഷയങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ട്രോമാസ് ആയിട്ട്, വിഷമങ്ങളായിട്ട്, സപ്രസ്ഡ് ഇമോഷൻസ് ആയിട്ടൊക്കെ ഉള്ളിൽ കിടന്ന കാര്യങ്ങളാണ്.
അതിനൊക്കെ ഇപ്പോഴ് വർഷങ്ങൾ ഇപ്പോൾ റിട്ടയർ ചെയ്ത് സ്വസ്ഥമാണ് ജീവിതം, വേറെ തിരക്കുകളൊന്നുമില്ല, മക്കൾ വലുതായി, കെട്ടിച്ചു. അപ്പോൾ ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്. വാസ്തവത്തിൽ ഒരുപാട് ബ്ലെസ്ഡാന്ന് പറയാനുള്ള ഒരു കാരണം അതുകൂടിയാണ്. കാരണം ജോലി തിരക്കിൻ്റെ ഇടയിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇത്രമാത്രം ഇതിൽ വളരാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ കിട്ടി. അപ്പോൾ ഇപ്പോഴാ ജോലി റിട്ടയർ ചെയ്ത ആ സമയത്ത് മുഴുവൻ നല്ല ലൈഫ് നല്ലൊരു പോസിറ്റീവായ രീതിയിൽ ശരിക്കും അറിഞ്ഞ് അനുഭവിക്കാൻ ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞത് ഈ ക്ലാസ്സിലൂടെ. ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. യെസ്, കഴിഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും അതിൽ എനിക്ക് സമയം കിട്ടുന്നതിനോണ്ട് ഞാൻ അങ്ങനെ ഓരോ ഇൻസിഡൻറ്റിനെ, ഞാൻ മുമ്പ് സപ്രസ് ചെയ്ത ഓരോ കാര്യങ്ങളുണ്ടല്ലോ, എൻ്റെ ഫീലിങ്സ് ഒന്നും അഡ്രസ്സ് ചെയ്യാതെ പോയ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. അപ്പം അതിനെ ഓരോന്നിനെ എടുത്തിട്ട് അതിലിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ട് അതിനെങ്ങനെ ഹീൽ ചെയ്ത് അപ്പോൾ അതിലെവിടെയെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്ത് അങ്ങനെ സ്വന്തം. അപ്പോൾ അത് തെറാപ്യൂട്ടിക് ലെവലിൽ ഞാൻ തന്നെ ചെയ്യും. എനിക്ക് പറ്റാതുണ്ടെങ്കിൽ നമുക്ക് സക്സസ് വാലിയിൽ ഇഷ്ടംപോലെ തെറാപ്പിസ്റ്റ് ഉണ്ട്, അപ്പോൾ അവരെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ തെറാപ്പി ചെയ്യിക്കും. അപ്പോൾ ഇപ്പോഴും നോക്കുമ്പോൾ എൻ്റെ ആ പാസ്റ്റ് ഉള്ള ആ മെമ്മറീസ്, ആ ലൈഫൊക്കെ എന്ന് പറയുന്നത് ഒരു റീഫ്രെയിംഡ് മെമ്മറീസാണ് സത്യത്തിൽ. എല്ലാം അതിലെ ട്രോമകളോ അതിൻ്റെ വിഷമങ്ങളോ ആ ഇമോഷൻസ് ഇല്ല. ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു എന്ന് ഓർക്കുമ്പോൾ യെസ്, ഹസ്ബൻഡ് മരിച്ചു, അതിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ട്, അതെന്താണെന്ന് എനിക്കറിയാം. വെച്ചാൽ നമ്മളോട് പറയുന്ന ഒരു സൊല്യൂഷനാണല്ലോ അത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ എനിക്കതിൽ ഒരുപാട് എനിക്ക് അറിയുന്നുണ്ട് കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്താ പറയുക, ആൽക്കമിസ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന പോലെ സാന്റിയാഗോ കാലിൻ്റെ അടിയിൽ തന്നെ, ഇരുന്ന ബെഞ്ചിൻ്റെ അടിയിൽ തന്നെയായിരുന്നു നിധി ഉണ്ടായിരുന്നത്. പക്ഷെ അത് തിരിച്ചറിയാനും കിട്ടാനും ഒക്കെ സാന്റിയാഗോ ലോകം മുഴുവൻ ചുറ്റേണ്ടി വന്നിരുന്നു. അപ്പോൾ നമുക്ക് ആ ജേണിയാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്, ആ നിധി കിട്ടുന്നതിനേക്കാൾ. അപ്പോഴത്തേക്ക് നിധി തന്നെ ആവശ്യമില്ലാത്ത തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടാവും. ആ യാത്രയാണ്, യെസ്, ആ യാത്രയാണ് അതിൽ. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചതൊരു ഭംഗിയുള്ളൊരു യാത്രയാണ് അന്ന് തുടങ്ങിയിട്ട് ഇന്ന് 2012 തുടങ്ങിയിട്ട് ഇതുവരെയുള്ള ഒരു സുന്ദരമായ ജേണിയാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഈ പാസ്റ്റ് മെമ്മറീസ് എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ റീഫ്രെയിം ചെയ്തതിനെ കൊണ്ട് തന്നെ അതിലിപ്പോഴും ഓർക്കുമ്പോൾ അതിൻ്റെ ആ ഇമോഷൻസ് ഒന്നും ഇല്ല. നമ്മൾ പണ്ട് വിഷമിപ്പിച്ചിരുന്ന ഒരുപാട് ആലോചിക്കുമ്പോഴേക്ക് അറിയാം, ചിലപ്പോൾ അതുപോലെ കണക്റ്റഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ കാണുമ്പോൾ സങ്കടം വരും. ഇപ്പോഴും അങ്ങനെ സങ്കടം വരികയാണെങ്കിൽ അപ്പം അവിടെ നിർത്തിയിട്ട് അന്ന് സങ്കടം വന്നല്ലോ അതെന്താണ് എന്നുള്ള ഒന്നും കൂടി അതിനെ ചകഞ്ഞ് ആ ചിത്രം ഒന്നും കൂടി എടുത്ത് അതിൽ നോക്കിയിട്ട്, അപ്പം അങ്ങനെയൊക്കെ പഠിക്കാൻ കഴിഞ്ഞതും അതിൻ്റെ ഈ തെറാപ്യൂട്ടിക് ഇതിലൊക്കെ സാറിൻ്റെ ക്ലാസ്സുകളിലൂടെ തന്നെയാണ്. ഞാൻ ഇപ്പം ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് സക്സസ് വാലിയിലും മൊയ്നു സാറിനോടും ഉള്ള ആ കടപ്പാട് തന്നെയാണ്. അത്രയ്ക്കും ദൈവത്തിൻ്റെ നിമിത്തവും കാര്യങ്ങളാണെങ്കിൽ, ഭൂമിയിൽ ദൈവാനുഗ്രഹമാണെങ്കിൽ ഭൂമിയിൽ അത് നിമിത്തമായിട്ടുള്ളത് മൊയ്നു സാറിലൂടെ തന്നെയാണ്. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം അപ്പം അതുകൊണ്ട് ശരിക്കും ഇപ്പോൾ നമുക്ക് 1ാം ക്ലാസ് തുടങ്ങി, ചെറിയ ക്ലാസ് തുടങ്ങി പറഞ്ഞു തന്ന, അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാരുണ്ട്. ഇപ്പോഴും നമ്മൾ പല അറിവുകളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ മാതാപിതാക്കൾ കാര്യങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ ആ ഗ്രാറ്റിറ്റ്യൂഡ് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇരുന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ശരിക്കും ആ പ്രശ്നങ്ങൾക്കാണ്. എൻ്റെ ആ പ്രശ്നങ്ങളാണ് സത്യത്തിൽ. അല്ലെങ്കിൽ ഞാനിവിടെ എത്തില്ല. കാരണം എനിക്ക് ക്ലാസ് ബേസിക്കലി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളല്ല. എനിക്കങ്ങനെ ഒരു ആവശ്യം തോന്നിയില്ല. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടൊന്നും എനിക്കൊരു ക്ലാസ് വേണമെന്നോ അതിലൊരു ട്രോമ ഉണ്ടായെന്നോ ഞാനിവിടെ സ്റ്റക്കായിട്ടില്ല. എൻ്റെ ആ ലൈഫ് വരെ 54 വയസ്സ് വരെ ഞാൻ സ്റ്റക്കായിട്ടില്ല എവിടെയും. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. പക്ഷേ അന്നുള്ള എൻ്റെ ഒരു ലൈഫിൻ്റെ വേറൊരു ഡയമെൻഷനിലാണ് ഇപ്പോൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും അറിഞ്ഞ് ആസ്വദിച്ച് അനുഭവിച്ചിട്ടുള്ളൊരു ലൈഫാണ് ഇപ്പോൾ. വളരെ ഹാപ്പി ആയിട്ടാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് ഞാൻ എത്തിയത് എൻ്റെ പ്രശ്നങ്ങളിലൂടെയാണ്. എന്നെ വേദനിപ്പിച്ച് അങ്ങേയറ്റം കീറി മുറിച്ചു എന്ന് പറയുന്ന ഒരു വേദനയിലൂടെ. എൻ്റെ മകളെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് അവളൊപ്പം കൂടി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിലൂടെ തന്നെയാണ് ഇതിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വിഷമങ്ങളിൽ കൂടെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റേതില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളോടൊക്കെ നന്ദി പറയുന്നത്. ഇപ്പോഴും ആ പ്രശ്നം തന്നവരോടും നന്ദിയാണ്, അവരോടും സ്നേഹമാണ്. ഇപ്പോഴും ചെറിയ കാര്യങ്ങളിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ ഞാൻ പറയില്ല, അതൊന്നും മാറിയിട്ടോ എനിക്ക് ചുറ്റുമുള്ളവർ മാറിയിട്ടൊന്നുമല്ല ഞാൻ ജീവിതം ആസ്വദിക്കുന്നത്. ഇപ്പോഴും എനിക്ക് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും എല്ലാം ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ വരുന്നത് വീട്ടിലെ. അപ്പോൾ അതൊക്കെ വരുമ്പോഴും അതൊക്കെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒക്കെ കിട്ടുന്നുണ്ട്. കിട്ടിയാലും ഇപ്പോൾ
ഞാൻ നോക്കുന്നത് അവരിലേക്കല്ല, അവർ പറഞ്ഞതിലേക്കോ അല്ല, ഞാൻ നോക്കുന്നത് എന്നിലേക്കാണ്. സാറ് പഠിപ്പിച്ച വലിയൊരു കാര്യമാണത്. നിങ്ങൾ അതർ ഓറിയൻറ്റഡ് ആവാതെ സെൽഫ് ഓറിയൻറ്റഡ് ആവുക എന്നുള്ളത്. അത് നിങ്ങളും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് നിങ്ങൾക്കത് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് അപ്പോൾ എനിക്കെന്തിനാണ് സങ്കടം വന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ മകൻ പറഞ്ഞോട്ടെ, പക്ഷെ എനിക്കെന്തിനാ സങ്കടം വന്നത്, എനിക്കെന്തിനാ ദേഷ്യം വന്നത്, ഞാനെന്തിനാ പ്രതികരിച്ചത്, ഈ രീതിയിൽ എന്തിനാ പ്രതികരിച്ചത്? ഒരു ഓൾട്ടർനേറ്റ് വേ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇതെന്നെ അവനെ അറിയിക്കാൻ വേറൊരു ഓൾട്ടർനേറ്റ് വേ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് റിപ്പോർട്ട് ചെയ്യാമായിരുന്നു, റീഫ്രെയിം ചെയ്ത് പറയാമായിരുന്നു. ഞാനെന്തിനാ എങ്ങനെ റിയാക്ട് ചെയ്തതെന്നുള്ളൊരു ആ ഒരു തലത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഓ ഇത് പോകാണ്ടില്ലേ, കുറച്ചുകൂടി ഇനിയും പോകാനുണ്ടല്ലേ, നമ്മൾ ക്ലിയർ ആയില്ലല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതിലുള്ള സന്തോഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള ആ ചിന്ത വരുന്നില്ല. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതിൽ ഇത്ര വർഷങ്ങൾ നിന്നതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, എനിക്കൊരു ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, എൻ്റെ ലൈഫ് ഇനി അങ്ങനെ അങ്ങോട്ട് അതിൽ പോയിക്കോളും എന്നുള്ള ആ ഒരു അതിലോട്ട് വരാതെ ഇതിങ്ങനെ വരും, നമ്മൾ ഉപയോഗിക്കും തോറും കേടുവരും, അഴുക്കാകും, വീണ്ടും വൃത്തിയാക്കാം, വീണ്ടും കേടുവരും, വീണ്ടും അങ്ങനെ ആ ഒരു ഞാൻ പറയില്ല, ഇറ്റ്സ് എ ഓൺഗോയിങ് പ്രോസസ്സ്. അതൊരു ജേണിയാണ്, ഒരു ഓൺഗോയിങ് പ്രോസസ്സായിട്ട് അങ്ങനെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളും സന്തോഷങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ മഹാഭാഗ്യം കിട്ടിയവർ മാത്രമേ ഇതിലേക്ക് എത്തൂന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ 100% ശരിയാണ്. ആ ഒരു സൃഷ്ടാവ് തെരഞ്ഞെടുത്തവരും അതിനായിട്ട് ആഗ്രഹിച്ചവരും അത്രയും മാറ്റങ്ങൾ സ്വന്തത്തിൽ വേണമെന്നും ആഗ്രഹിക്കുന്നവരും സ്വന്തത്തിന് അത്രമാത്രം നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സീക്കർ. ഇപ്പം എല്ലാവരും ഭൂമിയിലേക്ക് ജനിക്കണേ, പഠിക്കണേ, കല്യാണം കഴിക്കണേ, പിന്നെയും ജീവിതം അങ്ങനെ തുടർന്ന് എന്താ പറയുക, ശരിക്കും കന്നുകാലികളെ പോലുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞ മാതിരി ഉള്ളൊരു ലൈഫില്ല. അപ്പം അതിന് വ്യത്യസ്തമായിട്ട് എന്തിനാണ്, എന്താണ് എന്നൊക്കെ നമ്മളിങ്ങനെ സ്വയത്തിനോട് ചോദിച്ച് അങ്ങനെ ഒരു സീക്കർ ആകുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള അതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അത് അതിന് തരുന്ന വഴികളാണ് അതിലേറെ രസകരമായിട്ടുള്ളത്. അതൊന്നും ഞാൻ വാങ്ങിയ കാറോ ഞാൻ ഉണ്ടാക്കിയ വീടോ അതൊന്നല്ല അതിനുള്ള താക്കോലുകൾ. അതിനുള്ള താക്കോൽ എന്ന് പറയുന്നത് മകളെ വിഷയം, ഭർത്താവിൽ നിന്ന് കിട്ടുന്നത്, മകനിൽ നിന്ന് കിട്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. അതിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ ശരിക്കും അത് നുകർന്ന് ജീവിക്കാൻ കഴിയുന്നത്, അതിൻ്റെ രസം. അത്രയും ഇതായിട്ടാണ്. അപ്പം എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ, എൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറിനോടും എൻ്റെ പ്രശ്നങ്ങളോടാണ് നന്ദി. പ്രശ്നങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സാറിൻ്റെ ഇതിൽ പഠിപ്പിക്കുന്ന ഒരുപാട് ടൂൾസിലൊന്നാണ് നമുക്ക് ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ ഉള്ള ടൂൾസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അതിൽ ഈ ഫോർഗീവ് ഗ്രാറ്റിറ്റ്യൂഡിനെ ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും എൻ്റെ പ്രശ്നങ്ങൾ ഹിഡൻ ബ്ലെസ്സിങ് ആണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തി. യഥാർത്ഥ ബ്ലെസ്സിങ്സ് എൻ്റെ പ്രശ്നങ്ങളായിരുന്നു എന്ന്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ ലെവലിൽ ഇപ്പം എനിക്ക് ജീവിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഞാനെന്തോ മഹാരോഗിയായിട്ട് എവിടെയോ കിടക്കുന്നുണ്ടാവും. കാരണം എൻ്റെ പ്രായം കൊണ്ടും റിട്ടയർമെൻറ്റ് കൊണ്ടും, സാധാ റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുമ്പോഴൊക്കെ അങ്ങനെയാണ്, എന്നെക്കൊണ്ട് ഇനി ആവശ്യമില്ല, ഞാൻ പുറത്ത് പോകുന്നില്ല എന്നൊക്കെയുള്ള ചിന്തയിൽ. അപ്പം അതിന്നൊക്കെ മാറി ഇത്രയും എനർജറ്റിക് ആയിട്ട് എനിക്ക് ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം 9:30 മണിയാകുമ്പോഴത്തേക്ക് കണ്ണൂർ ഇവിടെ എത്തി. കണ്ണൂരുമല്ല, തളിപ്പറം ഇവിടെ ഞാൻ എത്തിയില്ലേ, ഈ പൂക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്താൻ പറ്റി. അപ്പോൾ അതും തനിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരം എന്നോട് തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ളതുമാണ്, ഈ എനർജി കൊണ്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതേസമയം ഫോർഗീവ്നെസ് പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് രസകരമായിട്ടും ഞാൻ എന്നും ഓർക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഫോർഗീവ്നെസ് കൊടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തിക്കാണ്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അത് ഞാൻ ഇതിലൂടെ പഠിച്ച ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യമായിരുന്നു. വല്ലാതെ എന്ന് വെച്ചാൽ, ഞാനൊരു കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആശ്വസിക്കുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മളുടെ കാര്യത്തിൽ. പിന്നെ അവൾക്ക് അതിൽ മൂത്ത ബ്രദേഴ്സോ പിന്നെ ഉപ്പയൊന്നും ഉണ്ടായിരുന്നില്ല കൂടെ. എൻ്റെ കൂടെ ഒരു ഷെയർ ചെയ്യാൻ ഒരാൾ വേണ്ടേ എൻ്റെ വേദന. അപ്പോൾ അതും ഉണ്ടായില്ല. അപ്പം അതിലൊക്കെ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അല്ല, ഒരു മോനും കൂടി ഉണ്ട്. പക്ഷെ മോൻ ചെറുതാണ്, അവളെ 13 വയസ്സിന് താഴെയാണ് മോനുള്ളത്. ഒന്നും അറിയാൻ പറ്റാത്ത, അവനതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവനൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എൻ്റെ വേദന ഷെയർ ചെയ്യാനൊന്നും അവനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൊ അത്രയ്ക്കും വേദനയുള്ളൊരു സംഭവമാണ്. അതിലൊരു പരിഹാരം തേടിയിട്ടാണ് ഈ ക്ലാസ്സിൽ വരുന്നതും, ഒരു കൗൺസിലിംഗ് ഒക്കെ തേടിയിട്ടാണ് അവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള നിലയ്ക്കാണ് ക്ലാസ്സിലേക്ക് വരുന്നത്.
ഇപ്പോൾ സാറ് ഫൊർഗീവ്നെസ് പഠിപ്പിച്ചതിലൂടെ ഞാൻ ആദ്യം ഫൊർഗീവ് ചെയ്തു കൊടുത്തത് ആ വ്യക്തിക്കാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവനും ഞാനും ഇന്ന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിലൊരു മകനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മകൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഇപ്പം അവനോട് സംസാരിക്കണമെങ്കിലും പറയണമെങ്കിലും അവനെ വിളിക്കാനോ സംസാരിക്കാനോ അവനും ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് വലിയൊരു കാര്യമില്ലേ അല്ലേ? നല്ലൊരു സ്പേസ് അവന് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതിൽ മാൻ്റെ കാര്യത്തിലായാലും അല്ലാതെയൊക്കെ സംസാരിക്കാൻ മറ്റേ നമ്മളെങ്ങനെ സംസാരിക്കുക എന്നുള്ളത് നമുക്കൊരു വിഷമം, നമുക്ക് ഉള്ളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദേഷ്യവും വെറുപ്പും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് വീണ്ടും ആ മുഖം മൂടി ഇട്ടിട്ടേ അവനോട് സംസാരിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം മോൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൂടി പറയണല്ലോ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാനേ നമുക്ക് പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ഇടങ്ങാറായിട്ട് അതിനെ വീണ്ടും ആ സ്ട്രെസ്സിലേക്കാണ് നമ്മൾ പോവുക. അപ്പം അതല്ലാതെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ വിളിക്കാനും സംസാരിക്കാനും അവനൊരു ഉമ്മ എന്നുള്ള രീതിയിൽ തന്നെ എന്നോട് സംസാരിക്കും, കാര്യങ്ങൾ പറയും. മോൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ഒക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്കും അതേ രീതിയിൽ തന്നെ അവനോടും സംസാരിക്കാനുള്ള ആ സ്പേസ് ഞങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് എനിക്ക് ഏറ്റവും ഭംഗിയായി. അപ്പം അത് അത്രയും വേദനിപ്പിച്ചൊരു വ്യക്തിക്ക് അത്ര ഭംഗിയായിട്ട് പുറത്തു കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ മറ്റു പൊറുക്കലുകളൊന്നും എനിക്കൊരു വിഷയമല്ല ബാക്കിയുള്ളവരോട്. കാരണം അത്ര തന്നെ വേദനിപ്പിച്ച ആരും ഇല്ല. ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടും വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു അതെന്ന് പറയുന്നത്, എൻ്റെ മകളുടെ വിഷയം. അപ്പം അതിൽ ഒരുപക്ഷെ അവൾക്ക് പുറത്തു കൊടുക്കുന്നതിനേക്കാൾ ഞാൻ ആദ്യം അവനാ പുറത്തു കൊടുത്തത്. പിന്നീടാണ് എൻ്റെ മകൾക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നത്. അത്രയ്ക്കും അപ്പം അതൊരു വലിയ കാര്യം അവിടെ സംഭവിച്ചത് കൊണ്ട് തന്നെ എന്നിങ്ങോട്ട് അത്രയും ഫ്രീ ആയി ഞാൻ. അത് ആടെയാണ് ഏറ്റവും വലിയൊരു പോയിന്റ് വരുന്നത് അല്ലേ? ഞാൻ നല്ല ഫ്രീ ആയി. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, നമ്മളെ ഈ ഫ്രീഡം. അപ്പം ഞാൻ തനിച്ച് യാത്ര ചെയ്യുന്നുണ്ട്, എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ യാത്രകൾ പോകാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്, സിനിമ കാണാറുണ്ട്, എൻ്റെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ അതിനേക്കാളൊക്കെ ഫ്രീഡം ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ഈ ഇമോഷണൽ ഫ്രീഡമാണ്. അതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് ആയിട്ട് ഞാൻ ഈ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ. വേറൊരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടി പോസിറ്റീവായിട്ടുള്ള ഒരുപാട്. ഞാൻ പറഞ്ഞില്ലേ ലൈഫ് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ഇതൊക്കെ ലൈഫാണല്ലോ പഠിപ്പിച്ചത്. ഇതൊന്നും ഇപ്പം എവിടെയെങ്കിലും പ്രസംഗിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ക്ലാസ്സുകളല്ല. അപ്പം അതിലൂടെ എനിക്ക് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്, ഇതിലായിട്ടും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഇമോഷൻസിനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്കും ആകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ ക്ലാസ്സിലൂടെ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എവിടെയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ശരിക്കും സൊല്യൂഷൻ ആദ്യം വെച്ചിട്ട് ആ പ്രശ്നം തരുന്നതെന്നുള്ളൊരു ഫീലിങ്ങിലേക്കാണ് ഉള്ളത്. കാരണം നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം, ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ സാറിന് ഓർക്കാറുമ്പോഴൊക്കെ നമ്മളൊരു എന്താ പറയുക, നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഓരോ മനുഷ്യരെ നമ്മളിലേക്ക് ദൈവം എത്തിച്ചു തരുന്നതെന്ന്. ഞാനന്ന് വല്ലാതൊരു വേദനിച്ച സമയത്താണ് മോളെ വിഷയത്തിൽ. ആരോടാണ് ഇതൊക്കെ തുറന്നു പറയാനും ഇഷ്ടമില്ല, എന്നാൽ നമുക്കിതിനൊരു പരിഹാരം വേണം എന്നുള്ളതിലാണ് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് എത്തിപ്പെടുന്നത്. സാറിൻ്റെ ക്ലാസ്സിലൂടെ ഒക്കെ എത്തിപ്പെടുന്നു. ഇവിടെ NLP ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ വേറെയുണ്ട്. മറ്റേ ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ ഇപ്പം ക്ലാസ്സിനൊന്നും ഇപ്പോൾ ഇവിടെ കുറവില്ല, ഇൻഫർമേഷനും കുറവില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിലൂടെ ഞാൻ ആ കൃത്യമായ സമയം, കൃത്യമായ സ്ഥലത്ത്, കൃത്യമായ വ്യക്തിയിലേക്ക് ഞാൻ എന്നെ എത്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇത്രയും ഭംഗിയായിട്ടും ഇത്രയും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതും ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതും. അതിന് സാറിന് ഒരുപാട് താങ്ക്സ്. നന്ദിയും പ്രാർത്ഥനയും സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ട്. ഇവർ പറഞ്ഞ ആ പിന്നെ പ്രശ്നം കൊണ്ട് പുറത്ത് നടക്കുന്ന എത്ര ആൾക്കാരുണ്ടോ, ഡൈവേഴ്സ് ആയിട്ടും പിന്നെ ഇതുപോലെ വിവാഹം അതിനൊരു ഭാഗ്യം വേണം, ഇങ്ങോട്ട് എത്തിക്കിട്ടാനൊരു ഭാഗ്യം വേണം. പക്ഷെ അവരൊന്നും അത് മാറാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ചിന്തിക്കുന്ന പോലും ഇല്ല. ആ പ്രശ്നത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. അതാണ് അത് സാർ ആദ്യം പറയുന്നത്. നമ്മള് പ്രശ്നത്തിനാണ് സെലിബ്രേറ്റ് ചെയ്യണത്, അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതിനൊന്ന് മാറ്റി ആ ഡിറ്റാച്ച്മെന്റും സാർ അങ്ങനെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിന്റെ ഓരോ ടൂൾസ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നേരത്തെ ഭദ്രത പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഫോർഗീവ്നെസിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണല്ലേ ഫോർഗീവ്നെസ്, മാപ്പ് കൊടുക്കുക. പക്ഷെ ആ മാപ്പ് കൊടുക്കുന്നതിന്റെ ഒരു ആനന്ദമുണ്ട്.
അതെ. That അത് kind of അതിപ്പോഴും അനുഭവിച്ചിട്ടാണ് അറിയുന്നത്. അത് അനുഭവിച്ചറിയേണ്ടതാണ്. അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. അതാണ് മൊയ്നു സാറിന്റെ സെഷന്റെ ട്രെയിനിങ്ങിന്റെ ഒരു ഒരു പ്രത്യേകത. പ്രത്യേകത തെറാപ്പി ഉണ്ട്. അതെ, അതാണ് ആ അത് തെറാപ്പി കഴിഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ക്ലാസ്സിലൂടെ അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് ഇപ്പൊ ഫീലിംഗ്. സംഭവിക്കുന്നതല്ല അത് അന്നേ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ശരിക്കും അന്നേ ഞാനൊരു ദിവസം പനിച്ച് കിടക്കുന്ന ഒരു സമയത്തായിരുന്നു. നമ്മളെ സെഷൻ വന്നതോ? അല്ല, സെഷനിൽ വന്നതല്ല. സെഷൻ കഴിഞ്ഞൊരു ദിവസം എനിക്ക് നല്ല പനിയായിട്ട് ഞാൻ വൈകിട്ട് കിടക്കായിരുന്നു. അപ്പോഴാണ് ഈ ഇതിന്റെ എഴുത്തുകുത്തുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെ മോളിനെ പറ്റി സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഡൈവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അത് കേട്ടിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ സാറിന്റെ ക്ലാസ്സൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഒരു ഫൊർഗീവ്നെസ് എന്നുള്ള നിലയ്ക്ക് ഒന്നും തെറാപ്പി ഇതിലായിട്ട് ഇരിക്കാതെ തന്നെ ഞാൻ ആ കിടന്നതിൽ തന്നെ വെറുതെ ഞാനിങ്ങനെ പുറത്തു കൊടുത്തല്ലോ എന്നുള്ള ഒരു ഫീലിങ്ങിൽ എനിക്ക് തന്നെ ഒരുപാട് എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് പനി തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്കായി. എനിക്ക് എണീക്കാൻ പോലും പറ്റാത്തൊരിതിലായിരുന്നു അത്രയ്ക്ക്. പിന്നെയാണ് ഞാൻ അതിലിരുന്നിട്ട് വീണ്ടും 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 അതിന്റെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ഒരുപാട് ചെക്ക് ചെയ്തിട്ട് ആ തെറാപ്പിയിലൂടെയാണ് പിന്നെ വന്നിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് ആദ്യമൊക്കെ കുറേ കാലത്തേക്കൊക്കെ പിന്നെ തോന്നി ഞാൻ പുറത്തു കൊടുത്തു, നിനക്ക് വിട്ടു തന്നു ദൈവമേ എന്നുള്ളൊരവസ്ഥയിലേക്കായിരുന്നു ആദ്യം. അപ്പൊ പിന്നെ അതിൽ വർക്ക് ചെയ്ത അതിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും കുറേ തെറാപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വെച്ചാൽ അപ്പോൾ നീ പുറത്തു കൊടുത്തു, ദൈവം കൊടുക്കുമ്പോൾ എന്താ വേണ്ടത് കൊടുത്തോട്ടെ എന്ന്. നീ കൊടുത്താൽ കുറഞ്ഞു പോകും, ദൈവം കൊടുക്കുമ്പോൾ കൂടുതൽ കിട്ടുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറയാറുണ്ടല്ലോ. ഈശ്വരൻ കൊടുത്തോട്ടെ, നമ്മളേതായാലും ഇതാക്കി എന്ത് പറയാനാ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ ഒരു ഫീലിംഗ് വന്നു. വേണ്ട, അത് വേണ്ട, ഞാൻ പുറത്തു കൊടുത്താൽ ദൈവവും പുറത്തു കൊടുക്കണം. അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ് എന്നുള്ള ഒരു ലെവലിലേക്ക് അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ്സും അൺകണ്ടീഷണൽ ലവും ഒക്കെ സംഭവിച്ചത് ആ വ്യക്തിയിലാണ് എനിക്ക്. അതെനിക്കൊരു ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിലൊരു പോസിറ്റീവ് ഇതായിട്ട് നല്ല ഓർക്കുമ്പോൾ തന്നെ നല്ലൊരു എനർജറ്റിക് ഫീലിംഗ് കിട്ടുന്നൊരു കാര്യമാണ്. അത്രയ്ക്ക് എനിക്ക് പറ്റി. കാരണം അത് പറ്റുമെങ്കിൽ ഏതും പറ്റും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒന്നുമില്ല, വേദനിപ്പിച്ചതും ഇല്ല, വേദനിപ്പിക്കുന്നതും ഇല്ല എന്നുള്ളൊരു ഫീലിങ്ങിലേക്കാണുള്ളത്. അതങ്ങനെ ഇനിയിപ്പോൾ തുടരാന്ന് പറയുമ്പോൾ ഈ ജേണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് നിർത്താനില്ല എവിടെയും. ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ഇനിയും വരും, കുന്നും ചെരിവും അതൊക്കെ എല്ലാം വരും. അത് വരണം. അപ്പോഴാണ് അതിന്റെ നമ്മള് സന്തോഷം കണ്ടെത്തുന്നത് അല്ലേ. വിജയം ആസ്വദിക്കണമെങ്കിൽ പ്രയാസം പറഞ്ഞതുപോലെ മൊയ്നു സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആദ്യം മുതൽ ഞാൻ മൊയ്നു സാറിന്റെ സെഷന് വരുമ്പോഴേ കേൾക്കുന്ന ഒരു കാര്യം, ശത്രുക്കൾ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ശത്രുതയില്ല. അങ്ങനത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ്, അത് വല്ലാത്തൊരു മെന്റൽ സ്റ്റേറ്റ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ സാറിന്റെ ഒരുപാട് ടിപ്സ് പറയാനുണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരൂല. ഒരു സെഷൻ കൊണ്ട് ഒരു ക്ലാസ് ഒരു ഇതിലൊന്നും ഒരു അനുഭവത്തിലൂടെ ഒന്നും പറഞ്ഞാൽ തീരില്ല. ഇതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് കൂടുതൽ നമ്മൾ ഈ തലത്തിലേക്ക് നമ്മൾ എത്താനുള്ളൊരിതുണ്ടല്ലോ, ക്ലാസ്സിലെത്താനും ക്ലാസ്സിലെത്തിയിട്ട് നമുക്ക് വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ നേരത്തെ എണീക്കുന്നതിലുള്ളൊരു മാറ്റം വന്നു എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സാധാ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. ഞാൻ പിന്നെ രാവിലെ 6 മണിക്ക് എണീക്കില്ല, അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കണം വിചാരിക്കണു, ഞാൻ എണീക്കുന്നില്ല, എൻ്റെ പ്രോകാസ്റ്റിനേഷൻ എന്നുള്ളൊരു സ്വഭാവം എനിക്കുണ്ട്, അതെനിക്ക് മാറ്റണം. ഇങ്ങനെയുള്ളതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ആണല്ലോ നമ്മൾ വരുത്താൻ ആഗ്രഹിക്കല്, പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഇപ്പൊ അതിനൊക്കെ അപ്പുറത്തായിട്ട് നമ്മളെ ലൈഫ് തന്നെ ഇമോഷൻ തന്നെയല്ലേ നമ്മളെ ലൈഫ് എന്ന് പറയുന്ന ഫീലിങ്ങും ഇമോഷൻസും തന്നെയല്ലേ. അതെ, ഇമോഷണലും ഫീലിങ്സും തന്നെയാണ്. മറ്റുള്ള നമ്മളിലേക്ക് വരുന്ന സംഭവങ്ങളാണ്. അതിനെ വിഷമാക്കി എടുക്കണേ ഞാനാണല്ലോ, പോസിറ്റീവായും വിഷമാക്കിയൊക്കെ എടുക്കുന്നത് ഞാനല്ലേ. അപ്പം അതിൻ്റെ അതിനോടുള്ള ആ ഒരു മനോഭാവം മൈൻഡ് സെറ്റ് മാറിയതോട് കൂടിയിട്ട് എല്ലാം പോസിറ്റീവേ സംഭവിക്കുന്നുള്ളൂ. എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല അന്ന് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ ഇന്ന് ഞാൻ ആസ്വദിക്കുന്ന ആ ജീവിതത്തിലേക്ക് എന്നെ എത്തിക്കാനുള്ള ചവിട്ടുപടികളായിരുന്നു ആ എല്ലാ കാര്യങ്ങളും. എൻ്റെ എല്ലാ നെഗറ്റീവ്സ്, എന്നിൽ സംഭവിച്ച നെഗറ്റീവ്സ് എന്ന് ഞാൻ അന്ന് വിളിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ഇതിലേക്കുള്ള പോസിറ്റീവ് ചവിട്ടുപടികളായിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നിധി കിട്ടാൻ ലോകം മുഴുവൻ ചുറ്റണം എന്ന് പറഞ്ഞ മാതിരി ഇതിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു വരേണ്ടതുണ്ടായിരുന്നു. അതൊക്കെ ആവശ്യമായിരുന്നു എന്നുള്ളത് ഉള്ളൊരു ലെവലിലേക്ക് എത്തി. അല്ലെങ്കിൽ ഇപ്പോഴും ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും ഇരുന്നിട്ട് അയ്യോ അന്ന് അങ്ങനെ എന്തിനേ പറ്റിയത് എന്ന് പറഞ്ഞു ഇപ്പോഴും ഇരുന്ന് ഓർക്കാൻ ഒരുപാട് സമയവും കരയാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞില്ല, ലൈഫ് തന്നെ വ്യത്യസ്തമായൊരു വേറൊരു ഡയമെൻഷനിലേക്ക്, വേറൊരു തലത്തിലേക്ക് ഉയരാനൊക്കെ ക്ലാസ്സുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഇതൊന്നും ഈ NLP ചെയ്യാത്ത മോനി സാറിന്റെ സക്സസ് വാലിയിൽ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ എത്തിപ്പെടാത്ത ഒരാൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അത് ഇപ്പം നിങ്ങൾ കാണുന്നവരെന്നെ ഇതൊന്നും ചെയ്യാത്ത ഒരാൾ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ ഉള്ളിൽ നിങ്ങൾ അതിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷവും ഒരു ദുഃഖവും ഒന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കുടുംബത്തിൽ തന്നെ അറിയില്ല. നിങ്ങൾക്ക് കുടുംബത്തിലൊക്കെ എനിക്ക് ഭ്രാന്താണ്. അതാണ് അതന്നെയാ ഞാൻ പറഞ്ഞത്. ഞാനത് ഭ്രാന്താണ്. ആ വാക്ക് ഉച്ചരിക്കണ്ടായിരുന്നു, ഞാനത് പറയാൻ വർഷങ്ങളായിട്ട് അയാളെ പിറകെ അല്ലെങ്കിൽ അതിന്റെ പിറകെ എന്നൊക്കെ പറയും. നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അന്ന് നമുക്ക് ഉണ്ടായ ആ ദുഃഖം ഭ്രാന്ത് ഒരു സുഖമാണ് എന്നുള്ളത്, അതൊരു സമർപ്പണമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പം അതൊരു സുഖമാണ്. പക്ഷെ ആ ദുഃഖം അവരറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അനുഭവിച്ച ആ ദുഃഖം അവരറിഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അവരറിയുന്നില്ല. അത് നമ്മളും അങ്ങനെ തന്നെ. നമ്മൾ ഇതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മളും അത് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ നമ്മളും ഉണ്ടാവും എന്നുള്ളത്. എല്ലാവരും സാറ് പറയുന്ന മാതിരി ബേസിക്കലി എല്ലാവരും സെയിം ഇമോഷൻ തന്നെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേ തന്നെയാണ്. നമ്മളും ആ ലെവലിൽ തന്നെയാണ്. എന്തോ എവിടെ ഒരു മഹാഭാഗ്യം സംഭവിച്ചതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഞാൻ ചെലവഴിച്ച പൈസയിൽ ഏറ്റവും വെർത്തായിട്ടുള്ളതും ഇതിനു വേണ്ടി ചെലവഴിച്ച പൈസയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മഹാഭാഗ്യങ്ങളും ഈ ഒരു ലൈഫാണ്. ഞാൻ MSc കഴിഞ്ഞതാണ്. അപ്പം അതിനേക്കാളൊക്കെ എനിക്ക് എത്രയും, കാരണം MSc കഴിഞ്ഞ ആളെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് ഡൈവേഴ്സിൻ്റെ പറഞ്ഞപ്പോൾ എനിക്ക് കരയാനേ പറ്റിയിട്ടുള്ളൂ. എൻ്റെ പഠിച്ച ഇക്വേഷൻസ് ഒന്നും ഇതിന് ഉപകാരപ്പെട്ടിട്ടില്ല. അതെ, കാണാതെ പഠിച്ച ഒരു കാര്യം ഇതിന് ഉപകാരപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം അത് നല്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനും ഉണ്ടാകും. നമുക്കറിയില്ല, മുന്നോട്ടുള്ള ജീവിതത്തിലും ഉണ്ടാകും ഇനിയും. ഇതൊന്നും എന്താ പറയുക, ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് നിർത്തുന്നില്ല. അതുകൊണ്ട് ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നെ ആദ്യം നമ്മൾ പോകുന്നത്. പിന്നെ അവിടുന്ന് സ്റ്റേജ് മാറുമായിരുന്നു. ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ തന്നെ ഇവിടെ എത്തിയത് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ മാറിയിട്ട് പിന്നെ ഒരുപാട് സന്തോഷത്തിലേക്ക് ജീവിതം കൊണ്ടുപോകുന്നു. ഇതിനു മുന്നേ ഒന്ന് രണ്ടാളെ പിന്നെ പ്രശ്നങ്ങളും ഇതെല്ലാം ഞാൻ കേട്ട്, അവരും അല്ല ഇതേപോലെ തന്നെ ഇവിടെ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ. അതന്നെ, നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ വെറും ചിത്രങ്ങൾ പോലെയായി, ജീവനില്ലാത്ത ചിത്രം പോലെ. മറ്റേത് അത് ഓർത്തിട്ട് ഇങ്ങനെ നല്ല രസമായിരുന്നു, ഇങ്ങനെ ഓർത്ത് കരയാനൊക്കെ. ഞാനിപ്പോ ബദർത്താന്റെ കാര്യം ഇങ്ങനെ കേട്ടപ്പോഴേ ഇങ്ങനെ ആലോചിക്കാണ്. മുമ്പ് ഈ സെഷനിൽ മൊയ്നു സാറിന്റെ സക്സസ് വാലിയിൽ എത്തിപ്പെട്ടത് ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും ആണല്ലേ വന്നത് ആദ്യകാലങ്ങളിലൊക്കെ. പക്ഷെ ഇപ്പോ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് സന്തോഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്, പോസിറ്റീവ് ഒന്നും പറയാനില്ല. മുമ്പൊക്കെ സാറിന് ഇങ്ങനെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ എന്താ പറയാ, ഇതെന്താ പറയാ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനെന്താ ചെയ്യാ, അതിന് ഏറ്റവും ഭംഗിയായിട്ടുള്ള സാറെന്ന് പറഞ്ഞാൽ സാർ എന്നെ ഇൻഡിപെൻഡന്റ് ആക്കി, ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആക്കി. അത് ഭയങ്കര ഒരു, അതിനൊന്നും പൈസ കൊടുത്താൽ തികയില്ല. ഇല്ല, കറക്റ്റാണ്. സാർ തന്ന ഒരുപാട് കാര്യങ്ങൾക്കുണ്ടല്ലോ, ഞാൻ വാല്യൂ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ഇപ്പം ഈ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ വലിയ ടിപ്സ് ഇതൊന്നും കിട്ടിയിട്ടുള്ളത്. അതിനൊന്നും വിലയിടാൻ പറ്റില്ല. അതൊരു 4000-നും 5000-ത്തിനൊന്നും കിട്ടുന്ന കാര്യങ്ങൾ. കാരണം അതിനേക്കാളും പൈസ ചിലവാക്കി നമ്മൾ പല കോഴ്സുകളും ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് ഇന്ന് ആസ്വദിക്കുന്ന ലെവലിലേക്ക് ജീവിതം എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സന്തോഷം, സമാധാനം അല്ലേ. അപ്പോൾ അതിൻ്റെ ആ വാല്യൂസൊക്കെ, അതിനൊന്നും വാല്യൂ ഇടാൻ കഴിയില്ല നമ്മൾ. അന്നൊക്കെ അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു. സാറൊന്ന് ഇങ്ങോട്ട് നീങ്ങുമ്പോഴും അങ്ങോട്ട് നീങ്ങുമ്പോഴും ഒക്കെ എനിക്ക്, കാരണം എനിക്കറിയില്ല ഇതെന്ത് പറയും, ഇവരോടെന്ത് പറയും, അവരോടെന്ത് പറയും, മോളോടെന്ത് പറയും, അവനോടെന്ത് പറയും, മറ്റുള്ളവരോടെന്ത് പറയും. ഞാൻ മോളെ കാര്യം എങ്ങനെയെങ്കിലും സോൾവ് ആക്കുമ്പോൾ മോൻ്റെതായ വിഷയം ഉണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വിഷയം ഉണ്ടാവും. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, വട്ടം കറങ്ങണ ഒരു വട്ടം തിരിയും ഒക്കെ തിരിയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴും അതും ആ വിഷയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി, അതൊക്കെ അങ്ങനെ നടന്നോട്ടെ. ഞാൻ അതൊന്ന് ലെറ്റിംഗ് ഗോ. നമ്മൾ അതിന്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കാണാൻ, അതൊക്കെ സാറ് പഠിപ്പിച്ച ആ ഡിറ്റാച്ച്മെന്റിലൂടെയും ഒക്കെ തന്നെയാണ്. പഠിപ്പിക്കാന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. പഠിപ്പിക്കാൻ, അതായത് ക്ലാസ് കേട്ട് പഠിക്കലല്ലോ, ഇത് കാണാപ്പാടം പഠിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇത്. ഇപ്പോഴും ചിലപ്പോൾ സാർ ആദ്യത്തെ, ഇപ്പം ഞാൻ വർഷങ്ങളായില്ലേ, 2012 ഇരുന്നല്ലേ, ഇപ്പം 2026 4 വർഷം എന്തായാലും ആയി. അപ്പോൾ ഇപ്പോഴും ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പം സാറിൻ്റെ ബേസിക് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകാറുണ്ട്. ആ ശബ്ദവും ആ ക്ലാസ്സും, ഓ അതല്ലേ സാർ അന്ന് അങ്ങനെ പറഞ്ഞേ എന്നുള്ള ആ ഒരു ഫീലിംഗ് ഇപ്പോഴും നമുക്ക് ഉണ്ടാവും. അപ്പം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴായിരിക്കും അത് അങ്ങനെ ഓർക്കുന്നത്. ഓ സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതിപ്പോൾ തീർന്നു.
എന്നുവെച്ചാല് ഞാനിപ്പോ 3 വർഷമായല്ലോ പിന്നെ സാറിന്റെ NLP വന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ 15 വർഷത്തിന് മുകളിലായി NLP 14 ചെയ്ത് വർഷം. കഴിഞ്ഞിട്ട്. അതെ. ഇപ്പൊ അതേ ആ സന്തോഷാനുഭൂതിക്ക് ശേഷമുള്ള ആ സന്തോഷം ഇപ്പൊ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര വിശ്വാസമായി. അതെ, ആ. ഒന്നുകൂടി അല്ലേ, ഇപ്പോഴും ഒരുപാട് വിശ്വാസമായി. ഒരുപാട് അത്രയും ധൈര്യം. അത്രയും ഉറപ്പായി. വർഷം ഉറപ്പാണെന്നുള്ളത്. ഇനിയിപ്പോ അത് കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിലും ആ സാധനം കിട്ടിയ സാധനം എവിടെയും പോകില്ല. കാരണം വളരെ ഇത് കണ്ടിന്യൂ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് കൂട്ടിക്കൊണ്ടേ നമ്മൾ ആ റൂട്ടിലായിരിക്കണം. വൺസ് വി ആർ ഇൻ ദാറ്റ് റൂട്ട്, ആ പിന്നെ നമ്മളെ ജേണി എളുപ്പമാണ്. അതെ. നമ്മൾ ആ റൂട്ടിലോട്ട് ഇങ്ങോട്ട് കയറി കിട്ടാനുള്ള പണിയേ ഉള്ളൂ. കയറി കിട്ടിക്കഴിഞ്ഞാൽ റൂട്ട് പിന്നെ ക്ലിയർ. പിന്നെ റൂട്ട് ക്ലിയർ ആണ്, നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാം. പിന്നെ അതിന്റെ അകത്ത് ആ ഒഴുക്കിലങ്ങ് പോയാൽ മതി. പിന്നെ അത് ഓട്ടോമോട്ടിൽ അങ്ങോട്ട് പോയിക്കോളും. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. എനിക്കറിയില്ല, എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിലൊക്കെ. സാറ് പറഞ്ഞ എന്തെങ്കിലും ഒരു ടിപ്പായിരിക്കും ഓർമ്മ വരുന്നത്, എന്തെങ്കിലും ഒരു ഇത് അനുഭവിക്കുമ്പോഴേ അപ്പോൾ അതൊക്കെ ആയിരിക്കും ഓർമ്മ. അല്ലെങ്കിൽ ഇവർ തെറാപ്പി ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ, ഇതൊക്കെ ആ ശബ്ദം, അതൊക്കെ ഇങ്ങനെ ആ ഫീലിങ്ങിലേക്കൊക്കെ അതേ സമയം എത്താൻ പറ്റുമ്പോൾ തന്നെ ആ ഒരു നമ്മളോട് തന്നെ. പിന്നെ ഇപ്പം ശരിക്കും അങ്ങനെ ഇരിക്കാൻ തന്നെ ഇഷ്ടമില്ല, അങ്ങനെ ഐഡിയലായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചോട്ടുള്ള ഒരു വിഷയത്തിലേക്ക് പിന്നെ പറയുമ്പോഴാണ് പിന്നെ ഇതൊന്നും നോക്കാണ്ടില്ലേ എന്നുള്ള മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോഴാണ് ടീം തന്നെ ഉണ്ടല്ലോ, സക്സസ് വാലി ടീം. അപ്പൊ പരസ്പരം എന്ത് ചെയ്യണം, നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാവുക. അപ്പൊ എന്തെങ്കിലും ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൽ പറഞ്ഞതിൽ എന്തോ വിഷമമുണ്ടല്ലോ, ആ വിഷമത്തിലേക്ക് നോക്കുന്ന പറയുമ്പോൾ എനിക്ക് പോലും ചിലപ്പോൾ അത് ഓർമ്മയിൽ ഉണ്ടാവില്ല, ഞാനിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്കത് തിരിച്ചറിയാൻ പറ്റുമ്പോൾ അവർ പറയുമ്പോൾ എന്നാ ചെയ്തോ, എന്നാ പിന്നെ കണ്ണടച്ചോ, എന്നാ തെറാപ്പി ചെയ്തോ. എന്തൊരാവശ്യം വരുമ്പോഴും നമുക്ക് ആളുണ്ട്. സാറിന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അല്ലെ. അത് ഇതിലൂടെ കിട്ടിയ ഫ്രണ്ട്സൊക്കെ എന്ന് പറയുന്നതും അങ്ങനത്തെ ഒരു ഫ്രണ്ട്സാണ്, അങ്ങനത്തെ ഒരു ആത്മബന്ധമുള്ള ആളുകളാണ്. ഇടയ്ക്കൊക്കെ കുറേ ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാനും കേട്ടു നോക്കാനും, വെറുതെയെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് നോക്കാനും, പിന്നെ നമുക്ക് ഒരുപാട് അല്ലാതെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ഇപ്പം ഒരുപാട് ക്ലാസ് ഉണ്ടല്ലോ ഇപ്പൊ. അതിലെല്ലാം എല്ലാം നടത്തുന്നത്. ഇപ്പൊ സെൽഫ് ലവ് ഒക്കെ ഞാനിപ്പോ ഈ അടുത്ത സാറിന്റെ ക്ലാസ് കേട്ടിട്ടാ സെൽഫ് ലവ് ഒക്കെ വന്നു. ഞാനതൊക്കെ ആദ്യം നമ്മളെ കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തിരുന്നത് അതൊരു സെൽഫിഷ്നെസ് അല്ലേ എന്ന്. എന്താ നമ്മളെ കാര്യം ചെയ്യാണ്ട് വേറെ ആളെ കാര്യം ചെയ്യാതെ നമ്മുടെ കാര്യം ചെയ്യുമ്പോൾ അതൊരു സെൽഫിഷ്നെസ് അല്ലേ എന്നുള്ള ഇത്രയ്ക്കായിട്ടും ഈ വളരെ അടുത്ത് സാറ് സെൽഫ് ലവിന്റെ ക്ലാസ് എടുത്തപ്പോഴാണ് ശരിക്കും ഒരു അതിജീവനത്തിന്റെ ജീവിതമായിരുന്നില്ലേ ഇതുവരെ. ഞാനന്നത് ഷെയർ ചെയ്യുകയും ചെയ്തായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും അറിഞ്ഞും അനുഭവിച്ചൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്നത്. സെൽഫ് ലവിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്ക് അതുവരെ ഒരു അതിജീവനമായിരുന്നു എൻ്റെ ജീവിതം എന്നുള്ളത്. ഞാൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ സമയം കൊടുത്തിട്ടില്ല, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സന്തോഷങ്ങളെയൊന്നും ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു മീ ടൈം കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പം അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. മറ്റേത് അങ്ങനെയല്ല, നമ്മളൊരു മെഴുകുതിരി പോലെ ഉരുകിത്തീരാന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഒന്നാമതൊരു കോൺവെന്റ് എഡ്യൂക്കേറ്റഡുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതാണ് വലിയൊരു ജീവിതം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം എന്നൊക്കെ. ഇപ്പം രണ്ടും അത് ബാലൻസ് ചെയ്ത് കൊണ്ടാകാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അവരെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെ മറക്കുന്നില്ല, ഞാൻ എന്നെ മറക്കുന്നുമില്ല. അതേസമയം എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കാര്യങ്ങളും അതോടൊപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഈ അടുത്താണ് സെൽഫ് ലവിൻ്റെ സാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ അതിങ്ങനെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ മുന്നേ നമ്മൾ അല്ലാത്ത സെഷനിലൊക്കെ പറഞ്ഞിരുന്നു. ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ സമയത്തുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ആവുന്നത്, റിലേറ്റഡ് ആവുന്നത് ഒക്കെ നമുക്ക് ഓരോ സമയത്തായിരിക്കും. അതെ, അതുമായിട്ട് അങ്ങനെ ആയിട്ട്. അല്ല, അതിലെനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത് ഇങ്ങനെയാണ്, ഈ അതിജീവനായിരുന്നു എന്ന്. അപ്പം ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത്. ആ അതിജീവൻ എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഒന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നമ്മൾ ഓൾറെഡി പ്രോഗ്രാംഡ് ആണല്ലോ. നമ്മളെ കുഞ്ഞുനാൾ തുടങ്ങിയിട്ട് കിട്ടുന്ന അനുഭവങ്ങളിലൂടെയും ചുറ്റുപാടുകളിലൂടെയൊക്കെ നമ്മൾ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ജീവിച്ച് മരിച്ചു പോകുക എന്നുള്ളതല്ലാതെ അൺടിൽ ആൻഡ് അൺലെസ് നമ്മളതിലൊരു നമുക്ക് ബോധ്യപ്പെട്ട് മാറ്റങ്ങൾ വരുത്താത്തിടത്തോളം കാലം നമ്മൾ ആ പ്രോഗ്രാമിലൂടെ തന്നെ അങ്ങനെ പോയിക്കോളും. പ്രത്യേകിച്ച് പിന്നെ മറ്റുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഒട്ടും മാറേണ്ട ആവശ്യം വരുന്നില്ല. ഞാനൊക്കെ ഉണ്ടായിരുന്ന ആ സ്റ്റേറ്റിൽ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവിടെ നിന്ന് സ്റ്റക്കായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് നിന്ന് തിരിഞ്ഞ് ചിന്തിച്ച് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷൻസ് നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി. അപ്പോൾ അതിലൂടെ ആ ലൈഫിൻ്റെ ഡയമെൻഷൻ തന്നെ മാറി. അങ്ങനെ അപ്പം ഞാൻ പറയും, എത്രയും ഇതായിട്ടാണ് ഈ
സെൽഫ് ലവും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്ന് പറയുക ഈ പ്രായത്തിലാണ് അറിയുന്നതും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. എന്നാൽ സെൽഫ് ലെവലിലേക്കൊക്കെ ഓൾറെഡി മൊയ്തു സാർ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സാർ ഇതിന്റെ മുമ്പുള്ള ബേസിക് അഡ്വാൻസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, തെറാപ്പികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോന്നും നമുക്ക് ഇങ്ങനെ ബോധ്യപ്പെടട്ടെ. ആ ഒരു തിരിച്ചറിവ് എനിക്ക് ശരിക്കും ഈ ക്ലാസ്സിലൂടെ നടന്നതും അത് തന്നെയാണ്. ഒരുപാട് അൺലേണിംഗ് ആ സംഭവിച്ചത്, ഒരുപാട് റീലേണിങ്ങും. അപ്പോൾ ആ വൈറസ് കമ്പ്യൂട്ടർ ഇതാകുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ സാറ് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, റീഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഒരുപാട് ആ പ്രോഗ്രാമിൽ മാറ്റേണ്ട കുറെ അൺലേണിങ്ങുകൾ സംഭവിച്ചു. ആ അൺലേണിങ് സംഭവിക്കുമ്പോഴേ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവുള്ളൂ പുതിയത് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ ആ പ്രോഗ്രാമിൽ തന്നെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി, അതിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ ഓരോ പ്രശ്നം വരുമ്പം പിന്നെ ഇങ്ങനെ കൈകാര്യം മാറ്റം ആഗ്രഹിക്കാതെയും നമ്മളൊരു മാറി ചിന്തിക്കാതെയും വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ അതോട് കൂടിയിട്ട് അതിൽ തകരും, ആ പ്രശ്നത്തോട് കൂടിയിട്ട് മക്കളാക്കാണ്ടാണെങ്കിൽ അതും തകരും, അവരും തകരും, നമ്മളും തകരും. മകളിപ്പോൾ വേറെ വിവാഹം കഴിച്ച് വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു, അവരും വേറെ വിവാഹം കഴിച്ച് അവരും ജീവിക്കുന്നു. അതൊക്കെ അപ്പം സാറ് പറഞ്ഞ പോലെ അതൊക്കെ എൻ്റെ തലയിൽ കയറ്റി നടക്കുകയായിരുന്നെങ്കിൽ ഞാൻ അഡ്മിറ്റഡ് ആയിട്ടും ഉണ്ടാവും. അതിന്നൊക്കെ മാറാൻ കഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും പൈസ കൊടുത്താലും നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളല്ല, നമ്മളതിലൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാവർത്തികമാക്കുന്നു ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനത്തെ ഓരോ എന്താ പറയുക മുത്തുകൾ നിറഞ്ഞ മാതിരിയുള്ള അങ്ങനത്തെ ഓരോ ഇതാണ് സാറിനോട് കിട്ടിയിട്ടുള്ളത്. സാറിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഞാൻ പേഴ്സണലായിട്ടും ഒരുപാട് സംസാരിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, ക്ലാസ്സുകളിലൂടെ അല്ലാതെ തന്നെ. ഇതിലൊക്കെ ഞാൻ വന്ന സമയത്തൊക്കെ നന്നായിട്ട് സാറിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ആ ഒരു സ്റ്റേറ്റിലാണ് മെൻ്റൽ സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആ വിൽ പവറും കാര്യങ്ങളൊക്കെ എൻ്റെ അറിവ് കൊണ്ട് അങ്ങനെ ആയി. എൻ്റെ അറിവ് അതായത് പക്ഷെ സാറ് ചിരിക്കുമ്പോൾ ഇപ്പോഴാണ് അതൊക്കെ തിരിച്ചറിയുന്നത്. മീൻസ് അന്ന് സാറ് ചിരിച്ച ചിരി എന്തായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് പൊട്ടത്തി എന്നുള്ളൊരു ചിരി ആയിരിക്കുമല്ലോ എന്നുണ്ടായിരുന്നേന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും കൂടി. കാരണം ഇങ്ങനെ ഇത്രയും അറിയുന്ന ഒരു മനുഷ്യനോട് ഇത്രയും അനുഭവവും അറിവുകളും, സാറ് ഇന്റർനാഷണൽ പ്രാക്ടീഷണറൊക്കെയാണ്, സർട്ടിഫൈഡ് പ്രാക്ടീഷണറൊക്കെ ആയിട്ട് NLPൻ്റെ ഒക്കെ കലക്കി കുടിച്ച എന്ന് പറഞ്ഞ മാതിരി സാറിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ സാറ് പറയാറുണ്ട്. എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് അനുഭവപ്പെട്ടിട്ടാണ് നിങ്ങൾക്കിത് തരുന്നതെന്നുള്ളത്. എന്ത് നമുക്കുള്ളിലുണ്ടെങ്കിലേ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മളൊരു മെഴുകുതിരി പോരാണ്. ഇപ്പം അതല്ല, ഇപ്പം നമ്മൾ അകത്തും പ്രകാശം പുറത്തും പ്രകാശം എന്നുള്ള ആ ഒരു ലെവലിലേക്ക്, എനിക്കകത്ത് ആദ്യം പ്രകാശം വേണം എന്നുള്ള ആ ഒരു ലെവലിലേക്ക്, അതൊക്കെ സാറിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, എത്ര പറഞ്ഞാലും ഇത് മതിയാവില്ല. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. സാറിനോടൊക്കെ ഒരുപാട് എപ്പോഴും സംസാരിച്ചാലും അങ്ങോട്ട് തീരൂല എന്നുള്ള മാതിരി സംശയങ്ങൾ എൻ്റെത് തീരൂലായിരുന്നു. അത്രയും ചോദിക്കാനുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ. അത്രയ്ക്കും കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ സാറ് പറഞ്ഞ മാതിരി കിറുകിറുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു സെക്കൻഡ് ഒഴിവാകാതെ. ഇപ്പം സാറിനെ ഞാൻ കണ്ടിട്ട് എനിക്കൊന്നും ചോദിക്കാനില്ല. അത് സാറ് പഠിപ്പിച്ചതാണ്. ചോദ്യങ്ങൾ വരുന്ന അവിടെ തന്നെയാണ് നിങ്ങൾ ഉത്തരങ്ങളും ഉള്ളത്, നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് നിങ്ങൾ ഉത്തരങ്ങളും ഉള്ളത്. നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. അതെ, ആ കിട്ടുന്ന ഉത്തരം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരം. കാരണം മറ്റൊരാൾ പറയുന്ന എൻ്റെ ഉത്തരമല്ലല്ലോ, അയാളുടെ അറിവ് വെച്ച് പറയുന്ന ഉത്തരല്ലേ. അതെന്റെ ഉത്തരവാകുന്നില്ലല്ലോ. എൻ്റെ ഉത്തരവാകുമ്പോ എൻ്റെ ചോദ്യം എൻ്റെതാകുമ്പോ എൻ്റെ ഉത്തരം എൻ്റെതാണ്. അതിൻ്റെ പക്ഷെ ഞാനത് കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള സമയം ഞാൻ എനിക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് കൊടുക്കാനുള്ള നേരമില്ല. അതെ, അവരറിവ് വെച്ച് അവരെ മെന്റൽ സ്റ്റേറ്റ് വെച്ചുള്ള ഉത്തരങ്ങളാണ് നമുക്ക് തരുന്നത്. അത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല. സാർ എന്നെ ചിലപ്പോൾ ചോദിക്കാനോട് പറയും, ഞാൻ പെട്ടെന്ന് ഇതിന് ഉത്തരം പറയട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട പറയണ്ട. ചിലപ്പോൾ ചോദിക്കുമ്പോഴേ സാറ് ചോദിക്കും ഇങ്ങനെ എന്താ ചെയ്യാ, നാളെ തന്നെ ചെയ്യാൻ പറയും. നാളെ തന്നെ എനിക്ക് അതിന് മറുപടി കിട്ടണം സാറേ, എന്താ ചെയ്യാന്ന് വെച്ചാൽ പറയും ഞാൻ പെട്ടെന്ന് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവനെ വേണ്ട, കാരണം എനിക്കറിയാം ഉത്തരം സാറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഉത്തരമല്ലാന്ന്. സാർ അപ്പം അതിനോട് ഞാൻ ചോദിച്ചതിനോട് ഇങ്ങോട്ട് പറയുന്ന ഉത്തരം, കാരണം നമ്മൾ അപ്പോഴത്തേക്കൊക്കെ അതിങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഉത്തരം എവിടുന്നാണ് ഈ വരേണ്ടത് എന്നുള്ളത്, നമ്മളെ ഹൃദയത്തിൽ നിന്ന് വരണ ഉത്തരം എന്നുള്ളത്, നമ്മളെ മനസ്സിൽ നിന്നല്ല ഉത്തരം വരേണ്ടത് എന്നൊക്കെ നമ്മൾ ആ ഒരുപാട് തിരിച്ചറിവുകൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് തിരിച്ചറിവുകൾ, ബോധ്യപ്പെടല്, അൺലേണിങ് ഒക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത്.
നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം വരുമ്പോൾ നമുക്ക് കൂടുതൽ അതെന്റെ ഉത്തരവാകുക, പ്രകാശിക്കാൻ കഴിയും. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരവാകുക. അപ്പൊ നമ്മൾ അങ്ങനെ എന്തായി, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി. മറ്റേതൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പം അപ്പൊ അതിൽ തന്നെ നിർത്തിയിരുന്നെങ്കിൽ പിന്നെ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ സാറിനോട് തന്നെ ചോദിക്കണ്ടേ. വേറെ വിഷയങ്ങൾ നമുക്ക് വരുമല്ലോ ലൈഫിൽ, ആ പ്രശ്നം മാത്രമല്ലല്ലോ ഒരുപാട്. നമ്മളിപ്പോ മറ്റൊരാളോട് അതിനുള്ള ഒരു ഉത്തരം ചോദിച്ചാലും അതിന്റെ ഉത്തരം നമുക്ക് കിട്ടിയാലും നമ്മളെ ഉത്തരവും അതും കൂടി ഒന്ന് നമുക്ക് ദഹിക്കൂലല്ലോ ചില ഉത്തരവൊന്നും. നമുക്ക് അല്ലെങ്കിൽ ചിലര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ദഹിക്കൂല. നമ്മൾ അതൊന്ന് കമ്പയർ ചെയ്തിട്ട് അതെ. നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അത്രേ ഉള്ളൂ. ആ. നോക്കിയാൽ നമുക്ക് ചോദിക്കാം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കാം, സംസാരിക്കാം, അതെ, അതൊക്കെ അതാ ഞാൻ ചെയ്യാം. പറഞ്ഞത്. അതൊക്കെ ആവശ്യമാണ്. കാരണം നമ്മൾ ആ ലെവലിൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓ, ഇങ്ങനൊരു തലയും കൂടി ശരിയല്ലേ, ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കായിരുന്നു അതാ ഞാൻ എന്നുള്ളത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മളൊരു ചിലപ്പോൾ ഒരു ലിമിറ്റഡ് തോട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ വേറുള്ളവരോട് സംസാരിക്കും, ഓ ശരിയല്ലേ, എന്നിട്ട് നമുക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ. അല്ലാതെ എല്ലാത്തിനും മറ്റുള്ളവർ ഉത്തരം പറഞ്ഞു തരണം എന്നുള്ള ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ പക്ഷെ അത് അങ്ങനെ വന്നത് നമ്മള് പാരന്റിങ്ങിലൂടെ ആയിരിക്കും. നമ്മൾ വളർന്നു വരുന്ന ആ അതെ, രീതിയിൽ പാരന്റിങ്ങിലൂടെയാണ്. ഞാൻ ഡിപ്പെൻഡന്റ് ആയിരുന്നു, ഞാൻ ഡിപ്പെൻഡന്റ് ആണെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. കാരണം എൻ്റെ കണക്കിൽ ഞാൻ എന്തോ സംഭവമല്ലേ. പിന്നെ ഞാനൊരു ഡിപ്പെൻഡന്റ് ആകുക എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ദഹിക്കാത്തൊരു കാര്യമായിരുന്നു, ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. സാർ ഒരു ദിവസം ഒരു ക്ലാസ്, ഞാനിരിക്കുന്ന ഒരു അഡ്വാൻസ് ക്ലാസ്സിൽ എൻ്റെ മകൾ അതിൻ്റെ അവളെ ക്ലാസ് അഡ്വാൻസ് കഴിഞ്ഞതായിരുന്നു, മുന്നേ അവൾ കഴിഞ്ഞതാണ്. പക്ഷെ അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ ക്ലാസ് കേൾക്കാന്നുള്ളൊരു താല്പര്യത്തിലാണ് അവളിങ്ങനെ ക്ലാസ്സിൻ്റെ പുറത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സാറിങ്ങനെ പറഞ്ഞു, കുഞ്ഞിനെ ഉറക്കുകയാണെങ്കിൽ അപ്പുറത്ത് പോയിട്ട് ഉറക്കാലോ എന്നുള്ളത് പറഞ്ഞ് അവളടുത്ത് അങ്ങനെ തിരിഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അവൾക്ക് ഡിപ്പെൻഡൻസി വന്ന എവിടുന്നാന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എവിടുന്ന ആ ഡിപ്പെൻഡൻസി കിട്ടിയ. എനിക്കത് വല്ലാത്തൊരു കുത്തലായിരുന്നു. എനിക്ക് ഡിപ്പെൻഡൻസിയോ എന്ന് ഞാൻ അന്നാണ് ആദ്യമായിട്ട് ചിന്തിച്ചത്. എനിക്ക് ഡിപ്പെൻഡൻസിയോ. പിന്നെയാണ് ഞാൻ അതിലേട്ട് ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഡിപ്പെൻഡൻസിയോ എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഓരോ കാര്യം കിട്ടുമ്പോൾ നമ്മളതിൽ വർക്ക് ചെയ്യുകയാണല്ലോ. ഓരോ തെറാപ്പി നമ്മളതിനിട്ട് മനനം ചെയ്ത് എവിടെ നിന്നാണ് ഇതിങ്ങനെ ഇങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ വളരുന്നത്. അല്ലാണ്ട് വേറെ പഠിച്ച് കാണാപ്പാടം എഴുതുന്നല്ലല്ലോ ഇത്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ഞാൻ സാറിന് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, എനിക്ക് ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് മനസ്സിലായി, അത് കാണിച്ചു തന്നതിനും താങ്ക്സ്, അതെവിടെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പം പിന്നെ നമ്മളതിനെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക്, കാരണം സാറിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ സാറിന് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല എൻ്റെ ഡിപ്പെൻഡൻസി, ഞാനത് മനസ്സിലാക്കിയില്ല എന്നല്ലേ ഉള്ളൂ. ഓരോ കാര്യത്തിനും സാറിനെ എങ്ങനെ സമീപിക്കുമ്പോൾ സാറിനത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ആരും മറയ്ക്കുള്ളിലായതുകൊണ്ട് എനിക്കത് മനസ്സിലായിട്ടില്ല ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത്. സാറത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്കുള്ള അങ്ങനത്തെ ഓരോ കുത്തുകളാണ് സത്യത്തിൽ സാറിൻ്റെ അടുത്ത് കിട്ടിയ. ശരിക്കും പ്രൈസിങ് ഒന്നല്ല, നിങ്ങൾ നന്നായി കുറേന്നൊന്നല്ല സാറ് പറയുക, നിങ്ങൾക്ക് കുറേ വന്നതിനേക്കാളും മാറ്റം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കുറേ മാറിപ്പോയി എന്നൊന്നല്ല സാറ് പറയുക. സാറ് പരസ്യമായി ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് എന്താ പറയുക, ഇട്ട് കൊടയാന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കുത്തിയിട്ട് തന്നെയാണ് പറയുക. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളതിലൂടെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അത് എനിക്കുള്ള രക്ഷപ്പെടലായിട്ട് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും രക്ഷപ്പെടൽ തന്നെയാണ്. അങ്ങനെ രക്ഷപ്പെട്ട തന്നെയാണ്, ശരിക്കും മുങ്ങി താഴ്ന്നോടുന്ന് രക്ഷപ്പെട്ടത് തന്നെയാണ്. എല്ലാ വിധത്തിലും ഭയങ്കര സന്തോഷം തന്നെയാണ്, ഒരുപാട് സന്തോഷം തന്നെയാണ്. അത് ഷെയർ ചെയ്യാൻ കിട്ടിയാലും എല്ലാത്തിനും ജീവിക്കുന്നതിലൊക്കെ അതിലൊന്നും മറകളൊന്നും ഇല്ല. സന്തോഷമായിട്ട് തന്നെ പറയാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ അങ്ങനെ പറഞ്ഞു പറയിപ്പിക്കേണ്ട കാര്യങ്ങളും ഇല്ല, ആവശ്യവും ഇല്ല. വളരെ സന്തോഷത്തിൽ തന്നെ 100% ഐ എം സോ മച്ച് ബ്ലെസ്ഡ്. ആ ധൈര്യത്തിൽ സന്തോഷത്തിൽ പറയാം. ഭൗതികമായും അല്ലാതെയും ഒക്കെ സന്തോഷത്തിലാണ്. അല്ല, ആദ്യം ഇങ്ങനെ കരുതിയിരുന്നു ഭൗതികമായ എല്ലാം ഉണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ കാര്യങ്ങളും. പൊതുവേ നമ്മൾ കരുതുന്ന കാര്യങ്ങൾ അതൊക്കെയാണല്ലോ ഇവിടെ ശരിയാകണം എന്ന് വിചാരിക്കുന്നത്. മക്കൾ നല്ല നിലയിലെത്തുക, വീടുണ്ടാകുക, താമസിക്കാൻ, അങ്ങനെയൊക്കെയല്ലേ നമ്മളെ ഭാഗ്യമായിട്ട് കരുതുന്ന കാര്യങ്ങൾ. ആസ്വദിക്കാൻ പറ്റും ആ സമയത്ത് ഇല്ലേ? അന്ന് വീടുണ്ട്, കാറുണ്ട്, ജോലി, കാറും വീടൊക്കെ ഉണ്ടെങ്കിൽ ആസ്വദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ സ്ട്രെസ്സുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് സാറിൻ്റെ ഞാൻ പറഞ്ഞപ്പോഴേ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല വിൽപ്പവറാണല്ലോ. അപ്പൊ സാർ അല്ലാതെ ഒരു ഇത് പഠിപ്പിക്കുന്നതിൽ ഒരു വിൽപ്പവറിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമുക്കകത്തൊരു വിൽപ്പവർ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ പിന്നെ അപ്പൊ എനിക്ക് സംശയമായിരുന്നു, ഈ വിൽപ്പവർ എനിക്കുണ്ടല്ലോ എന്നിട്ട് ഞാൻ ഈ വിൽപ്പവർ എനിക്കുണ്ടല്ലോ എന്നിട്ട് ഞാൻ രക്ഷപ്പെടാഞ്ഞ, എനിക്ക് എന്താ മനസ്സിലാകാഞ്ഞെന്നൊക്കെ ഞാൻ ചോദിച്ചു. ഞാൻ അങ്ങനെ സില്ലി ചോദ്യങ്ങളാണ് ഞാൻ സാറിനോട് ചോദിച്ചോണ്ട്. സാറ് ചോദിച്ചു,
ആ വിൽ പവറിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കാരണം ഞാൻ ഒറ്റക്കാകുമ്പോൾ ഞാൻ കരയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ മുന്നിലല്ലേ മുഖം മൂടിയുള്ളൂ. മാസ്ക് ഇടുന്നത് മറ്റുള്ളവരുടെ മുന്നിലല്ലേ. ഞാൻ ചിരിക്കാൻ പാടില്ല, അല്ല ഞാൻ വിഷമിക്കാൻ പാടില്ല, ഞാൻ എൻ്റെ വേദന മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല, ഞാനിങ്ങനെ ഐഡിയലായിരിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള മാസ്ക് ഞാൻ ഇടുന്നത് മറ്റുള്ളവരുടെ മുന്നിലല്ലേ ഉള്ളൂ. എൻ്റെതായ സമയത്ത് ഞാൻ കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തേ എനിക്കിങ്ങനെ സംഭവിക്കാന്നുള്ള പരാതികളുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരുപാട് വേദനകളുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞ ഇപ്പൊ ആ വേദനകളൊക്കെ റീഫ്രെയിംഡ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഓരോന്നിലും ഇങ്ങനെ ഇപ്പൊ ഒരു സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ കാര്യമാണ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരിക്കും അതിപ്പോ എന്തിനാ കരഞ്ഞത്, ഇപ്പൊ എന്റെ കുഞ്ഞുമോനോടുള്ള എന്തോ ഒരു അറ്റാച്ച്മെന്റ് ആണ്, എന്റെ മോളെ കുട്ടി ഉണ്ടല്ലോ, അപ്പൊ അതിനോടുള്ള എന്തോ ഒരു അറ്റാച്ച്മെന്റ് ആണ്, എനിക്ക് സങ്കടം വന്ന എന്തിനാ, അപ്പൊ അവനായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തോ ഇമോഷൻ എൻ്റെ ഉള്ളിൽ ഇനിയും കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതിനൊന്നും കൂടി അതൊന്ന് ക്ലിയർ ആക്കി കളല്ലേ. അങ്ങനെ ഇപ്പൊ സന്തോഷമാണ് അങ്ങനെ ഓരോ കാര്യം കിട്ടിയാലോ, ഇത് ഇവിടെ കിടക്കണ്ടില്ലേ, പോകാണ്ടില്ലേ, അങ്ങനത്തെ ഒരു ഫീലിങ്ങിലേക്കാണ് ശരിക്കും. കാണിച്ചു തരുന്നുണ്ട്. അത് സാറൊരു ഉദാഹരണം പറയാറുണ്ട്, പെയിന്റ് പണിക്കാരന്റെ ഡ്രസ്സ് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലരോട് പിന്നെ എക്സാമ്പിൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സാറ് പറയാറുണ്ട്, ഈ പെയിന്റ് അടിക്കാൻ വരുന്ന ആൾക്കാര് അവര് നല്ല കുട്ടപ്പനായി വന്നിട്ട് അവര് വീട്ടിലെത്തിയാൽ നമ്മൾ ജോലിക്ക് നിൽക്കുമ്പോ അവര് നിറയെ പെയിന്റ് ഉള്ള ഒരു ഡ്രസ്സാ ഇടുക. അപ്പൊ പിന്നെ അതിലേക്ക് പെയിന്റ് തെറിച്ചാൽ ഒരു വിഷയമില്ലല്ലോ. അതിൽ ഏത് പെയിന്റ് തെറിച്ച അപ്പൊ തെറിച്ചതാണ് അതൊന്നും അവരറിയുന്നില്ല. ഓൾറെഡി അങ്ങനെയാണ്. ഒരുപാട് സ്ഥലത്തുനിന്ന് പെയിന്റ് അടിച്ചിട്ട് അതെ, ആ ഡ്രസ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി അത് അങ്ങനെ ആയതുകൊണ്ട് അതിനകത്തോട്ട് പുതിയത് പറ്റിയതും ഒന്നും അവരറിയുന്നില്ല. പക്ഷെ വൺസ് ഒരു വെള്ള വസ്ത്രം ഇട്ട ആളെ സംബന്ധിച്ചാവുമ്പോഴും അങ്ങനെയല്ല. ഒരു കുത്ത് വരുന്നതിനെ പറ്റി അയാൾ അവെയറും ആണ്, വന്നാൽ അത് പ്രയാസമാണ്. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ശരിക്കും എനിക്ക് എന്നെ ഉപമിക്കാൻ ഇഷ്ടമുള്ളത്. എൻ്റെ മൈൻഡ് സെറ്റ് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉപമ സാറ് പറഞ്ഞതിലൂടെയുള്ള ആ ഒരു ഉപമയാണ്. കാരണം മുമ്പ് പെയിന്റ് പണിക്കാരന്റെ ഡ്രസ്സ് തന്നെയാണ് നമ്മളെ മനസ്സിലായിലേക്ക്, പിന്നെ പുതിയത് വരുന്നൊരു വിഷയമല്ല. അത് വിഷയമല്ല, നമുക്ക് ഇതിങ്ങനൊക്കെ തന്നെയാണ്. നമ്മൾ കേൾക്കുന്നു പുറത്ത് അങ്ങനെ തന്നെയല്ലേ, ലോകം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. കുറെ സങ്കടങ്ങളാണ്, ഇതിനൊന്നും ഒരു പരിഹാരം ഇല്ല, എല്ലാരും ഇങ്ങനൊക്കെ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ സംഭാഷണം പുറത്ത് കിട്ടുന്നത്. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നൊന്നല്ല, ഇതിന് വേറൊരു തലമുണ്ട്, ജീവിതത്തിന് വേറൊരു അർത്ഥമുണ്ട്, വേറൊരു തലമുണ്ട്. ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ നമുക്ക് പ്രശാന്തി കണ്ടെത്താം. സാറ് പറയുന്ന മാതിരി ഇരുന്ന ഇരിപ്പിൽ ഇപ്പോൾ സന്തോഷിക്കാന്ന് പറഞ്ഞ പോലെ സാറിന്റെ ഒരു വേർഡാണത് ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഈ നിമിഷത്തിൽ തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഈ നിമിഷം ഞാൻ വിഷമിച്ച ഈ നിമിഷം തന്നെ എനിക്ക് ആ വ്യക്തിയോടുള്ളത് തന്നെ മാറിയിട്ട് എനിക്ക് സന്തോഷം വരാൻ പറ്റുന്ന അങ്ങനത്തെ ടെക്നിക്കുകൾ സാറ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു തെറാപ്പിയിലൂടെ. അത് നമ്മൾ പഠിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ, അങ്ങനെ ആസ്വദിക്കാം അതായിട്ട്, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ആസ്വദിക്കാം. ഇതൊരു ലഹരിയാ സത്യത്തിൽ. തെറാപ്പി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലഹരിയാണ്. ഇതൊരു ലഹരി തന്നെയാണ്. നമുക്കൊക്കെ ഓരോ പ്രാവശ്യം ഞാൻ ഇവരൊക്കെ തെറാപ്പി ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്, ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു ഫീലിംഗിലാണ്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ലഹരി. ന്യൂ ബോൺ എന്ന് പറഞ്ഞപ്പോഴേ ചെറുതായിക്കൊണ്ടേയിരിക്കാണ്. ചെറുതായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രായം. ആന്റി ഏജിങ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് നമ്മളെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ തന്നെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇപ്പൊ എനിക്ക് പ്രായമായി, ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് പ്രായമായി. പിന്നെ പ്രായം പറയാനൊരു മടി എനിക്കില്ല. കാരണം എന്നിൽ 67 വയസ്സിൽ അത് ഉള്ളപ്പോൾ തന്നെ എനിക്ക് 6 വയസ്സ് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. കുട്ടികളെ കൂടെ കാണാനോ കുട്ടികളുടെ കഥ കേൾക്കാനോ, ഞാൻ ഇപ്പോഴും കഥകളൊക്കെ വായിക്കും, ഇതിലാണെങ്കിലും കേൾക്കും, എൻ്റെ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അതില്ലേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൽ വായിക്കുന്ന കഥകൾ യൂട്യൂബിൽ നിന്ന് വായിച്ചിട്ട് ചെറിയ മോനൊക്കെ ഫോൺ ചെയ്യുമ്പോൾ അതിൽ എൻ്റേതും കൂടി കൂട്ടിയിട്ടൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബാലരമ കിട്ടിയാൽ എവിടെ നിന്നും അടിയുണ്ടാക്കി വായിക്കും. ജമ്പനും തുമ്പനൊക്കെ ഒന്ന് വായിച്ചു നോക്കും, ഒക്കെ നല്ല രസമാണ്. അപ്പൊ അത് മോനൊക്കെ ചിലപ്പോൾ പറയും ആ സിനിമ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അത് കോളേജ് പ്രണയമാണ്, അതാണ്. നീ പോടാ, എനിക്കറിയില്ലേ, എനിക്ക് നന്നായി പ്രണയിക്കാൻ പറ്റും, ഞാൻ ഒരുപാട് പ്രണയിച്ച ആളാണ്. ആ പ്രണയത്തിന്റെ തലങ്ങളൊക്കെ ഇപ്പൊ മാറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. 67 വയസ്സിലും ആത്മീയതയും ഉണ്ട് എന്നിൽ. 16 വയസ്സിലേക്കും പോകാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ആസ്വദിക്കാൻ ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, കഴിഞ്ഞ ദിവസം കൂടി ഇങ്ങനെ വണ്ടിയിൽ ട്രെയിനിലിരുന്ന് പെൺകുട്ടികളെ ഇങ്ങനെ ഭയങ്കര പഠിക്കുന്ന കുട്ടികളാണ്, ഇരുന്ന് സന്തോഷത്തിൽ ഞാനിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അപ്പോൾ അവരും ചിരിച്ച്, ഞാൻ പറഞ്ഞു എനിക്ക് ഈ പ്രായം ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ച്. ഞാൻ പറഞ്ഞു പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രായമാണ്.